ഹലോ ഹായ് ഗുഡ് ഈവനിങ്. ഒരുപാട് നാളായല്ലേ, ഒരുപാടല്ല, 2-3 മാസമായി. മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, 2-3 മാസമായല്ലേ കണ്ടിട്ട്. അനീഷ് കടയ്ക്ക് സുഖമാണോ? ഇങ്ങനെ പോകുന്നു ഡിയർ, ഇങ്ങനെ പോകുന്നു. ലുക്ക് എവ്സം റോബിൻ റോയ്, താങ്ക് യു ഡിയർ. ചേച്ചിയുടെ തുണ്ട് എങ്ങനെയാടാ? ചേച്ചി എവൻ്റെ എവിടെയെങ്കിലും കയറി സെക്സ് ചെയ്താലല്ലേ തുണ്ടാവുക? അല്ല, ചേച്ചിയുടെ തുണിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ അത് തുണ്ടാവോ? അതെങ്ങനെ തുണ്ടാവും? ചേച്ചി ഏവൻ്റെങ്കിലും കൂടെ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിലല്ലേ തുണ്ടാവുള്ളൂ. എവിടായിരുന്നു? ഇവിടെയൊക്കെ തന്നെ ഉണ്ട് ഡിയേഴ്സ്. കുറേ തിരക്കുകളായി പോയി. പൊന്നു കുറച്ച് 2-3 ആഴ്ച ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. അവൾക്ക് പൊടി അലർജി വന്നിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായി. അപ്പം അതിൻ്റെ ഞാൻ അൺഎക്സ്പെക്റ്റഡായിട്ട് ചുമ്മാതെ ഒന്ന് ജസ്റ്റ് ഒരു ലൈവ് വന്നതാട്ടോ. ചുമ്മാതെ ഒന്ന് ജസ്റ്റ് ഒന്ന് ലൈവ് വന്നതായിരുന്നു. ഒന്ന് പരമ്പരക്കിടില്ല ലൈവ് വരണമെന്നൊക്കെ വിചാരിച്ച് കുറേ ദിവസമായി. പക്ഷേ പുതിയൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിപ്പിക്കാൻ കയറി. അപ്പം അങ്ങനെ കുറച്ച് തിരക്കുണ്ടായിരുന്നു. സിസ്റ്ററിൻ്റെ കല്യാണം ഉണ്ടായിരുന്നു. അങ്ങനെ ഫുൾ തിരക്കായിരുന്നു. പിന്നെ പൊന്നു എപ്പോഴും ഉണ്ടെങ്കിൽ ഞാൻ ഫുൾ ബിസി ആയിരിക്കും. അത് പൊതുവേ അങ്ങനെയാണ്. യാത്രയൊക്കെ കഴിഞ്ഞോ? യാത്രകളൊന്നും ഒരിക്കലും അവസാനിക്കുന്നില്ലല്ലോ ഡിയർ. അയ്യോ, പേര് ഞാൻ മറന്നു, പേര് വായിക്കാൻ വിട്ടുപോയി. സഞ്ജയ് ടാക്സി ട്രിവാൻഡ്രം, ഹായ്. ഹലോ ഡിയർ. ഏത് ഇൻസ്റ്റിറ്റ്യൂട്ട്? എന്തിനാണ് ഡിയേഴ്സ് ഇനിയിപ്പോൾ ആ പേരും കൂടി പറഞ്ഞിട്ട് ഇനി അവിടെയും കൂടി എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ? പണ്ട് റോഡിന്റെ ഫ്രണ്ടിൽ മറ്റേ ഞാൻ ഈ വീഡിയോസ് ഇടുമ്പോഴത്തേക്ക്, വീഡിയോസ് അവിടെ മാത്രമല്ല, എൻ്റെ ഫ്ലാറ്റിൽ പോലും റിസപ്ഷനിൽ എൻ്റെ നൈൻ ബോർഡ് കണ്ടിട്ട് ഇവിടെ വന്നിട്ട് ഡിസ്റ്റർബ് ചെയ്ത ആൾക്കാരൊക്കെ ഉണ്ട് പണ്ട്. നാട്ടിലെ വീടിന്റെ റോഡിന്റെ ഫ്രണ്ടിൽ ജീപ്പ് കിടക്കുന്ന കണ്ടിട്ട് ഫാനാണെന്ന് പറഞ്ഞ് കയറി വന്ന ആൾക്കാരൊക്കെ ഉണ്ട്. എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് മറ്റുള്ളവർക്കും കൂടെ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്നത്? സബിലേഷ് വെയിറ്റിംഗ് ആയിരുന്നു, എവിടെ പോയി എന്ന്. ഞാൻ റീൽസ് ഒക്കെ ഇടുന്നുണ്ടായിരുന്നല്ലോ. റീൽസും ഇടയ്ക്ക് എപ്പോഴെങ്കിലും കിട്ടുമ്പോൾ എപ്പോഴെങ്കിലും ഒക്കെ കിട്ടുന്ന സമയത്തിനനുസരിച്ച്. പിന്നെ ചെസ് ക്ലാസ് ഉണ്ടായിരുന്നു, പിന്നെ ടേബിൾ ടെന്നീസിന്റെ പ്രാക്ടീസ്, അങ്ങനെ ഓരോന്നായിട്ട് സ്റ്റോപ്പായി നിന്ന പല കാര്യങ്ങളും വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തപ്പോൾ അങ്ങനെ തിരക്കായിപ്പോയി, മൊത്തത്തിൽ തിരക്കായിപ്പോയി. വേറെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു പറയാം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു സജി ഡിയർ. എനിക്കറിയില്ല സബിലാഷ്, എന്താ കാരണമെന്ന് എനിക്കറിയത്തില്ല. പല പ്രാവശ്യം ഇത് എൻ്റെ അക്കൗണ്ട് ഹാക്ക് ചെയ്യാൻ വേണ്ടി നോക്കാറുണ്ട്. മുൻപത്തെ പോലെ ഇപ്പം പെട്ടെന്ന് ഹാക്ക് ആവാറില്ല. അപ്പം ഇൻസ്റ്റ തന്നെ നമുക്ക് മെസ്സേജ് അയക്കും, മെയിൽ അയക്കാറുണ്ട്. ഇങ്ങനെ ആരോ ഹാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, പെട്ടെന്ന് പാസ്വേഡ് മാറ്റിക്കോളൂ എന്ന് പറഞ്ഞിട്ട് മെയിൽ അയക്കാറുണ്ട്. ഇന്നും രാവിലെയും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നാട്ടിൽ വന്നപ്പോൾ നമ്മളെ വിളിച്ചില്ലല്ലോന്നോ? നാട്ടിൽ വന്നാൽ അവിടെ തന്നെ 100 കൂട്ടം കാര്യങ്ങളുണ്ടാവും. അപ്പോൾ പിന്നെ ഞാൻ അല്ലെങ്കിൽ ഒരു സ്ഥലത്തും ആരെയും വിളിക്കാറില്ലല്ലോ ഡിയസ്. എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ആരെങ്കിലും കാണും വന്ന് മിണ്ടും എന്നുള്ളതല്ലാതെ ഞാൻ ആരെയും വിളിക്കാറില്ലല്ലോ. അപ്പോൾ ഇത് സ്ഥിരം പണിയാണ്. എനിക്ക് തോന്നണം അങ്ങനെ ആയിരിക്കാം നിങ്ങൾക്ക് വെയിറ്റ് ലിസ്റ്റ് വരണേന്ന് തോന്നണു. താങ്ക് യു SP ഗണേഷ് 2490. ഓ സെയിം ടു യു
രാജ് ഡിയർ. ഹലോ മണികണ്ഠൻ, ഹായ്. സ്ഥിരം പണിയാണ്, ഹാക്ക് ചെയ്യാൻ ശ്രമിക്കും. അപ്പോഴത്തേക്ക് അവർ മെസ്സേജ് അയക്കും. അവർ എന്നിട്ട് പറയും അവർ ലോക്ക് ചെയ്യണമെന്ന് പറയും. മേത്ത ലോക്ക് ചെയ്യണ്. കുറെ നാൾ കഴിഞ്ഞ് കണ്ടപ്പോൾ എന്തോ പോലെ. യു ആർ ക്യൂട്ട് രാജേഷ്. താങ്ക് യു ഡിയർ. ഇപ്പോൾ ഒരു കുറച്ച് ദിവസം കണ്ട് ഉറക്കവും ഫുഡും കറക്റ്റായിട്ട്, അല്ലെങ്കിൽ പൊന്നും തലമണ്ട അടിച്ച് പൊട്ടിക്കും. പൊന്നു പറഞ്ഞിട്ടുണ്ട് മര്യാദയ്ക്ക് കിടന്നുറങ്ങി മര്യാദയ്ക്ക് ഫുഡും കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ അവളാ എൻ്റെ മമ്മി. അതുകൊണ്ട് സത്യം തീർച്ചയായിട്ടും മനസ്സിലൊരു സമാധാനം ഒന്ന് കാണുമ്പോൾ. സബിലേഷ്, അയ്യോ ഞാൻ ആക്ച്വലി സബിൽ ലൈവ് വരാം എന്നാണ് വിചാരിച്ചത്. എപ്പോഴും ഒരു മുൻകൂർ അല്ല ഒരു ഇതില്ലാതെ ഫേസ് നല്ല ചാമ. അത് കുറച്ച് ദിവസം കൊണ്ട് ഉറങ്ങുന്നതിൻ്റെയാണ്, നന്നായിട്ട് ഉറങ്ങുന്നതിൻ്റെയാണ്. പൊന്നു വന്നതിന് ശേഷം തൊട്ട് മൈൻഡൊക്കെ ഭയങ്കര പ്ലസൻ്റ് ആണ്. പൊന്നു കൂടെ ഉണ്ടെങ്കിൽ എപ്പോഴും എൻ്റെ മൈൻഡ് ഭയങ്കര പ്ലസൻ്റ് ആയിരിക്കും, ഭയങ്കര എന്താ പറയാ. അതുകൊണ്ടാണ് ഫേസ് നല്ല ഗ്ലോ ഉണ്ടെന്ന്. Can I invite you for a coffee date? ഫേസ് നല്ല മഴ. ഇപ്പോൾ കുറച്ച് കരച്ചിൽ ഭയങ്കര കുറവുണ്ട്. മറ്റത് കരച്ചിൽ ഭയങ്കര കൂടുതലായിരുന്നു. ഓവർ ടെൻഷൻ, ഓവർ തിങ്കിങ്, BP ഭയങ്കര ഹൈ, മെന്റലി ഫിസിക്കലി എപ്പോഴും പ്രശ്നങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഓവർ ടെൻഷൻ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പം കുറേ പൊന്നു ഉള്ളതുകൊണ്ട് എനിക്ക് കുറേ കാര്യങ്ങൾ എന്താ പറയാ, അതുകൊണ്ടായിരിക്കും. ചേച്ചി മെസ്സേജ് ഞാൻ എങ്ങനെ നോക്കും എൻ്റെ ഡിയർ? ഞാൻ എങ്ങനെയാണ് ഷുഗർ സ്പെഷ്യൽ ഒന്ന് ചെക്ക് ചെയ്യാനോ? എനിക്ക് ഷുഗറൊന്നും ഇല്ല ഡിയർ. എല്ലാ വർഷവും ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്യുന്നതാണ്. കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്യണമല്ലത്. എനിക്ക് ആകെ എപ്പോഴെങ്കിലും അത് ഓവർ ടെൻഷൻ വരുമ്പോൾ BP, അത് ആകെ ഈ BP കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ FB ഇൻസ്റ്റയും. എനിക്ക് നിങ്ങളോട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പോസ്റ്റൊക്കെ ഇട്ട് അതിനിടയിൽ 2 കമന്റ്സൊക്കെ ഉണ്ട്, എന്തെങ്കിലുമൊക്കെ തിരിച്ച് മറുപടിയൊക്കെ പറയുമ്പോഴാണ് എൻ്റെ BP ഒന്ന് കുറയുന്നത്. നിങ്ങളോടുള്ള കോൺവെർസേഷനിലാണ്. എനിക്കെന്ന് വെച്ചാൽ സ്കൂളിലൊക്കെ പോകുമ്പോഴത്തേക്കും നമ്മൾ കൂട്ടുകാരൊക്കെ അടിയും പിടിയും വഴക്കും ബഹളവും ചിരിയും കളിയൊക്കെ ഇല്ലേ, അതുപോലെ ആകെ എൻ്റെ ഒരു ടൈം പാസ് എന്ന് പറയുന്നത് എൻ്റെ BP കുറയ്ക്കുന്നതും ആകെ ഒരു നിങ്ങളോട് സംസാരിക്കുമ്പോൾ മാത്രമാണ്. അല്ലാതെ എനിക്കൊരു എന്റർടൈൻമെന്റ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വേറെ ഒന്നുമില്ല. അപ്പൊ നിങ്ങളൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും ഒരു ടെൻഷൻ ഉണ്ടെങ്കിൽ നേരെ പോയിട്ട് 2 അടിക്കൂലേ, അല്ലെങ്കിൽ 2 സിഗരറ്റ് എടുത്ത് വലിക്കൂലേ, അല്ലെങ്കിൽ ഫ്രണ്ട്സായിട്ടൊന്ന് കറങ്ങാൻ പോകൂലേ. അപ്പം നിങ്ങളുടെയൊക്കെ എന്താ ടെൻഷനൊന്നും കുറയില്ലേ. അപ്പൊ എന്നെ സംബന്ധിച്ചുള്ള അങ്ങനെയൊന്നുമില്ല. അപ്പൊ അതുകൊണ്ടാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞ മാർച്ച് 28 തൊട്ടേ എനിക്ക് കുറച്ച് ഒരു തന്തയ്ക്ക് പിറക്കാത്തൊരു കഴിവേറി മോനെ എനിക്ക് പണി എന്നത്. എനിക്ക് പണിയില്ല, എനിക്കൊരു മലരുമില്ല. പക്ഷെ അത് കാരണം എനിക്ക് എന്താ പറയാ, നല്ല കുറെ സബ് കയറേണ്ടായിരുന്നു. ഇതിങ്ങനെ ഹാക്ക് ചെയ്യാൻ നോക്കുന്നത് കാരണം അത് കയറാതെ പോയി. അതിന്റെ കുറെ സൈബർ കേസും കുറെ അവർക്ക് എന്താണ് കുറെ അക്കൗണ്ടുകൾ എൻ്റെ പേരിൽ തുടങ്ങിയ ആ ടൈമിൽ തന്നെ എൻ്റെ പേരിൽ ഒരു 100ഓളം അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്തു. എൻ്റെ പേരിൽ FB, ഇൻസ്റ്റ, സ്നാപ്ചാറ്റ്. എനിക്ക് ടെലഗ്രാമിലോ സ്നാപ്ചാറ്റിലോ ഒന്നും എനിക്ക് ഒരു അക്കൗണ്ടും ഇല്ല. അവിടെയൊന്നും പോയിട്ട് ഇന്നലെ ഇപ്പൊ വേറൊരു ലേഡി അതുപോലെ ഒരു വീഡിയോ ഇട്ടിരിക്കുന്നത് കണ്ടു. അല്ലെങ്കിൽ മക്കൾ കൂടെ ഉള്ളപ്പോൾ അമ്മമാർ എപ്പോഴും അത് സത്യമായിട്ട് മക്കൾ കൂടെ ഉള്ളപ്പോൾ അമ്മമാരാണെങ്കിലും അമ്മമാരുടെ കൂടെ ഇപ്പൊ പൊന്നു എൻ്റെ കൂടെ ഉള്ളപ്പോൾ ഞാൻ ഹാപ്പിയാണ്. പക്ഷെ ഞാൻ എൻ്റെ മമ്മിയുടെ കൂടെ ഉള്ളപ്പോഴും ഞാൻ ഹാപ്പിയാണ്. അതൊരു ഒരു പ്രത്യേക ഒരു എന്താ പറയാ. അതേപോലെയാണ് നമുക്ക് നമ്മളെ മനസ്സിലാക്കുന്ന, നമ്മളെ സ്നേഹിക്കുന്ന, ഒരേ വൈബുള്ള, നമ്മളെ കെയർ ചെയ്യുന്ന ഒരു പാർട്ണർ ഉണ്ടെങ്കിലും അങ്ങനെ ആയിരിക്കും കേട്ടോ. പക്ഷെ ഈ പറയണതൊക്കെ ഒരു ഭാഗ്യമാണ്. മാതാപിതാക്കളാണെങ്കിലും പാർട്ണറാണെങ്കിലും മക്കളാണെങ്കിലും ഒക്കെ ഒരു ഭാഗ്യമാണ്. അതൊക്കെ ദൈവത്തിന്റെ എന്താ പറയാ, അത് ലോട്ടറി അടിക്കും പോലെയാണ്. എല്ലാവർക്കും അത് കിട്ടിക്കൊള്ളണമെന്നില്ല. എത്രയോ ആൾക്കാർ മക്കളില്ലാതെ, എത്രയോ ആൾക്കാർ പാരന്റ്സ് ഇല്ലാതെ, അല്ലെങ്കിൽ എത്രയോ ആൾക്കാർ പാർട്ണർ. അപ്പൊ അതൊക്കെ ഒരു ലക്കാണ് കേട്ടോ.
ബ്യൂട്ടിഫുൾ സ്ലാങ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ പ്രതി. താങ്ക് യു ഡിയർ, താങ്ക് യു വെരി മച്ച്. ഞാൻ ശരിക്കും നമ്മളെ ഈ സബില് മാത്രമേ ഇനി ലൈവ് വരാറുള്ളൂ. എന്നെ കാണണം, എന്നെ കേൾക്കണം, എന്നെ മനസ്സിലാക്കണം, എന്നെ അറിയണം, എന്റെ വിശേഷങ്ങൾ കേൾക്കണം എന്നുള്ള ആൾക്കാര് സബിലുണ്ടാവും. അപ്പോ അവരുടെ അടുത്ത് മാത്രമേ ഇനി സംസാരിക്കുള്ളൂ എന്നൊക്കെ വിചാരിച്ചതായിരുന്നേ. പക്ഷെ അപ്പോഴും ഞാൻ എപ്പോഴും അയ്യോ. അപ്പൊ ഇനി എനിക്ക് തോന്നണില്ല കേട്ടോ റിന്യൂ സബിൽ വരാത്തത് കാരണം റിന്യൂ ചെയ്യും. പൊന്നുവിന്റെ മുന്നിൽ സഹോ വേറും കുഞ്ഞു കുട്ടികളല്ലേ. അത് അവൾക്കൊരു സന്തോഷമാണ്, പിന്നെ എനിക്കും അതൊരു. എന്നെ അവളെ സംബന്ധിച്ച് എന്റെ സിസ്റ്റർ അവളും തമ്മിൽ 5 വയസ്സിന്റെ വ്യത്യാസമേ ഉള്ളൂ. അവൾക്ക് എത്ര വയസ്സുണ്ടോ അതിനെക്കാട്ടും 16 വയസ്സിന്റെ വ്യത്യാസം എനിക്കുള്ളൂ. അപ്പൊ പിന്നെ അവളെ വീട് ഭരിക്കുന്നതും എല്ലാം അവളെ തന്നെ. ഇപ്പൊ ഞാൻ ആ സിസ്റ്റർ അവളെ ഹോസ്പിറ്റലൈസ്ഡ് ആയ സമയത്ത് ഉറക്കമെന്ന് പറഞ്ഞ സാധനം ഉണ്ടായിരുന്നില്ല. അവൾക്ക് ഇങ്ങനെ ട്രിപ്പ് ഇട്ടുകൊണ്ടിരിക്കുക. അവൾക്ക് ഹോർമോൺ ചേഞ്ചസ് ഉണ്ടായിരുന്നു. ഓവർ ടെൻഷൻ അടിച്ച് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് അങ്ങനെ വന്നതാ. റെസ്റ്റ് ഇല്ലായിരുന്നു. രാവിലെ 6 മണി തൊട്ട് സ്കൂൾ 7 മണി തൊട്ട് ക്ലാസ് തുടങ്ങും. 6 മണിക്ക് വീട്ടിൽ നിന്ന് പോകണം. സ്കൂൾ ബസ് 7:30 വരുള്ളൂ. അപ്പൊ ലൈൻ ബസ്സിലാണ് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം 3:30 സ്കൂൾ വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർക്ക് 4 തൊട്ട് വീണ്ടും സ്പെഷ്യൽ ക്ലാസ് ഉണ്ട്. അപ്പൊ ഇവർക്ക് മലയാളത്തിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ കുറച്ച് പ്രോബ്ലം ഉണ്ടായിരുന്നു. പിന്നെ വീക്കായിട്ടുള്ള സബ്ജക്റ്റിനൊക്കെ. അപ്പൊ നല്ല സ്കൂളായിരുന്നു കേട്ടോ അവളുടെ സ്കൂള്. പറയാതിരിക്കാൻ വയ്യ, നല്ല സ്കൂളായിരുന്നു. അപ്പം 9 മണിയാവും തിരിച്ച് വീട്ടിൽ എത്തപ്പോൾ അവളുടെ കൂടെ. അപ്പൊ ബാക്കി കുട്ടികളുടെ ആരുടെയെങ്കിലും പാരന്റ്സ് വീട്ടിൽ കൊണ്ടാക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ വീട്ടിൽ വന്നാൽ ബാക്കി വീണ്ടും വർക്കുകൾ ഉണ്ടാവും. അമ്മയും ചേച്ചിയെന്നും പറയണം കേട്ടോ. അനിയത്തിയും ചേച്ചിയും കണ്ടാലും നിന്നെ കണ്ടാലും. അതെന്റെ മമ്മി ഞാനും അതുപോലെയാണ്. കാരണം എന്റെ മമ്മിക്കും ഇതേപോലെയായിരുന്നു. മമ്മി പ്രീ ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുന്ന സമയത്തായിരുന്നു കല്യാണം, എന്നെ പ്രസവിച്ചതൊക്കെ. മമ്മിയും ഞാനും കണ്ടാലും അതുപോലെയാണ്. ചിലപ്പോൾ മമ്മീനെക്കാട്ടിയും എനിക്ക് ഇത് തോന്നണമെങ്കിലേ ഉള്ളൂ. കാരണം മമ്മി എന്ന് വെച്ച് കഴിഞ്ഞാൽ 34 വർഷമായിട്ട് അവിടെ ദുബൈ സെറ്റിൽഡ് ആണ്. കാറ്റ്, വെയില്, മഴ ഒന്നും കൊള്ളുന്നില്ല. യാതൊരു വേറെ വിധ ടെൻഷനില്ല. കാരണം പുള്ളി നല്ല പൊന്നുപോലെ നോക്കുന്ന ഒരാളാണ്. അപ്പൊ അതൊക്കെ കൊണ്ട് പിന്നെ 2 പ്രസവവും മമ്മി അവിടെ തന്നെയായിരുന്നു. 2 അനിയത്തിമാരെയും പ്രസവിച്ചതും അവിടെ തന്നെയായിരുന്നു. അവരും പഠിച്ചതും വളർന്നു അവിടെ. അപ്പൊ അത് കാരണം മമ്മിക്ക് അതുകൊണ്ട് തന്നെ എന്നെയും മമ്മിയെയും കൂടെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാല് അനിയത്തി ചേട്ടത്തിന്ന് മാത്രമല്ല, വളരെ എന്നുവെച്ചാൽ എന്നെക്കാട്ടി ഒരു 5 വയസ്സിന്റെ അല്ലെങ്കിൽ ഒരു 10 വയസ്സിന്റെ മാത്രമേ ഇതുള്ള ഒരു ചേട്ടത്തിയാണെന്ന് മാത്രമേ തോന്നുള്ളൂ. നമ്മളങ്ങനെയല്ലല്ലോ. കാറ്റത്തും മഴയത്തും വെയിലത്തും ഇങ്ങനെ ജീപ്പൊക്കെ എടുത്തിട്ടും ഇങ്ങനെ ഇതാക്കിയിട്ടും സൈറ്റിലാണെങ്കിലും ഒക്കെ അങ്ങനെ എനിക്ക് ഭയങ്കര. ഇവിടെ ഈ ഒരു സൈഡ് ഈ ഒരു 8 മാസം മുൻപേ ECG വേരിയേഷൻ ഉണ്ടായിരുന്നു. അത് ഇടയ്ക്കിടയ്ക്ക് വരും. BP ഒരു 180 190 ആവും. ക്യൂട്ട്നെസ് ഫീൽ ചെയ്യുന്ന പറഞ്ഞാൽ എന്താണെന്ന് അറിയോ? മറ്റത് എനിക്ക് ഭയങ്കരമായിട്ട് നീർവീഴ്ച വരും. ഈ കിച്ചണിൽ ഒരുപാട് സമയം നിൽക്കുക, ഇങ്ങനെ ജോലിയൊക്കെ ചെയ്യും. ഇപ്പൊ പൊന്നു വന്നപ്പോൾ അവളും കൂടി എന്നെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അടിച്ചു വരലാണെങ്കിലും പാത്രം കഴുകലാണെങ്കിലും ഒക്കെ അവള് എന്നെ നല്ല ഹെൽപ്പ് ചെയ്യും. അപ്പൊ എനിക്ക് ഈ തലനീര് ഇറങ്ങി കഴിയുമ്പോൾ കഫക്കെട്ട് വരും. കഫക്കെട്ട് വരുമ്പോഴാണ് ഈ മുഖം ഭയങ്കര മത്തങ്ങ കണക്കും ബോഡി ഭയങ്കരമായിട്ട് എനിക്ക് സ്വെല്ലിങ് വരുമ്പോഴത്തേക്കാണ് ഇത് വരുന്നത്. അതാ ഞാൻ പറയാം. അത് ഇല്ലാത്തത് കൊണ്ടാട്ടോ. അപ്പം എനിക്ക് ഇവിടെ ഇങ്ങനെ ഭയങ്കരമായിട്ടൊരു സൈഡ്. അപ്പം എവള് ഭയങ്കരമായിട്ട് വഴക്കുറയും. എന്നും അവള് തന്നെ ബുക്ക് ചെയ്യും. പക്ഷെ പോകുന്നില്ല. പോയി നോക്കണമെന്ന് പറഞ്ഞു. കാരണം ഹാർട്ട് സംബന്ധമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലാണ്. ടെൻഷൻ്റെ മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല. ഫേസിൽ പിമ്പിൾസ് വന്ന് തുടങ്ങണം. വർഷങ്ങൾക്ക് മുമ്പേ വന്ന പിമ്പിൾസ് കുത്തിപ്പൊട്ടിച്ച് കളഞ്ഞതിന്റെ പാട് ഏകദേശം മാഞ്ഞു തീരണതാ. അല്ല പിമ്പിൾസ് വന്ന് തുടങ്ങുന്നതല്ല. ഏകദേശം എനിക്ക് തോന്നുന്നു ഒക്ടോബർ നവംബർ സമയങ്ങളിൽ മിക്കുള്ള വർഷങ്ങളിലും ഈ പിമ്പിൾസ് വരും. അതെന്തുകൊണ്ടാന്ന് അറിയത്തില്ല, പിമ്പിൾസ് വരാറുണ്ട്. ഇതെനിക്കൊന്ന് കഴിഞ്ഞ വർഷം വന്നിട്ട് ഓവർ ടെൻഷൻ വരുമ്പോഴാണെന്ന് തോന്നുന്നു പിമ്പിൾസ് വരുന്നത്. എനിക്ക് കഴിഞ്ഞ വർഷം കഴിഞ്ഞ 4-5 മാസത്തിന് മുമ്പ് തൊട്ടേ 4-5 മാസം വരെ എനിക്ക് ഭയങ്കര പിമ്പിൾസ് ആയിരുന്നു. പിന്നെ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല, അത് വരും പോകും. കാരണം എത്രയോ വർഷങ്ങളായിട്ട് വരും. പണ്ടൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പീരിയഡ്സിന്റെ ടൈമിൽ എവിടെയെങ്കിലും ഒരു പിമ്പിൾ വരും, അത് അങ്ങനെ അങ്ങ് പോകും എന്നുള്ളതല്ലാതെ വരാറില്ല. പക്ഷെ ഈ അടുത്ത് എനിക്കിപ്പോൾ ഹോർമോൺ ചേഞ്ചസിന്റെ ഒക്കെ അങ്ങനെ വിഷയം എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. ഹോർമോൺ ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ എനിക്കങ്ങനെ PCOD, തൈറോയിഡ് അങ്ങനത്തെ യാതൊരു പ്രശ്നമില്ല കേട്ടോ. കാരണം ഇപ്പോൾ ഉള്ള എല്ലാവർക്കും അതൊക്കെ ഉണ്ട്. അതൊക്കെ എന്നോ വന്ന് പോയതിന്റെ, ഏതോ കാലത്ത് വന്ന് പോയതിന്റെ അല്ല. ഞാൻ ഈ പിമ്പിൾസ് വന്ന് ഇച്ചിരി ഇതാകുമ്പോൾ ഞാൻ മറ്റേ ബ്ലാക്ക് ഹെഡ്സ് റിമൂവ് കുറച്ച് ഇങ്ങനെ ഒന്ന് അമർത്തി പ്രസ് ചെയ്ത് അതിന്റെ ആ ഇതെടുക്കും. അങ്ങനെ ഇതാവുന്നതാ. ഓവർ ടെൻഷൻ ഉണ്ടെങ്കിൽ അങ്ങനെ പിമ്പിൾ വരും. പിന്നെ പീരിയഡ്സ് ടൈമിൽ വരും.
ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, എനിക്ക് തോന്നുന്നു ഓവർ ടെൻഷൻ വരുന്ന സമയത്തായിരുന്നു എന്ന് തോന്നണം. ഓരോ സമയത്തും ഓവർ ടെൻഷൻ വരുമ്പോൾ എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പിമ്പിൾസ് വരും കേട്ടോ, ഭയങ്കരമായിട്ട് പിമ്പിൾസ് വരും. ഇപ്പൊ ഒരു 3-4 മാസമായിട്ട് പിമ്പിൾസ് ഇല്ല. അതിന്റെ വീഡിയോസിലൊക്കെ കാരണം ഞാൻ ഇന്ന് ഓരോ വീഡിയോസിലും ആ കാലഘട്ടത്തിൽ അല്ലെ അന്നത്തെ ദിവസം എങ്ങനെയാണോ അന്നത്തെ ആ രീതിയിലാണ് ഇടുന്നത്. കാരണം എനിക്ക് വർഷങ്ങൾ കഴിയുമ്പോൾ ഈ മെമ്മറീസ് ഇങ്ങനെ ഹൈലൈറ്റ് ആയിട്ട് വരുമല്ലോ വർഷങ്ങൾ കഴിയുമ്പോൾ. അപ്പം ആ വർഷം ആ ദിവസം ഞാൻ എങ്ങനെയായിരുന്നു എന്ന് എനിക്ക് അറിയാൻ വേണ്ടിയിട്ടോ ഞാൻ അതുപോലെ തന്നെ ഇടുന്നത്. ഹെയർ എല്ലാം പോയി. ഞാനിപ്പോ 2 മാസമായിട്ട്, ഇപ്പൊ ഒരു മാസമായിട്ടോ ഹെയർ മൊത്തവും പോയി, കംപ്ലീറ്റ് പോയതാ തൂത്തിവാല് പോലെ. ഇത് കട്ട് ചെയ്ത് കളയണം. 2 വർഷമായിട്ട് പിന്നെ ക്യാൻസർ പേഷ്യന്റിനും മറ്റത് ഞാൻ കൊടുക്കുമായിരുന്നു. ഇപ്പൊ ആർക്കും കൊടുക്കലൊന്നുമില്ല, മുഴുവൻ പോയി. ഞാൻ അതുപോലെ തന്നെ ഒരു വൈറ്റ്, ഈ തലയിൽ ഒരു വൈറ്റ്, ഒരു ഡാൻഡ്രഫ് പോലെ ഒരു സാധനവും വരുമായിരുന്നു. പക്ഷേ ഞാനിപ്പോൾ വെള്ളം, ഇപ്പം നമ്മളുടെ സാധാ ബാത്റൂമിൽ വരുന്ന വെള്ളം അല്ലാതെ ഞാൻ വാട്ടർ പ്യൂരിഫയറിന് വെള്ളം, പണ്ട് ഞാൻ അങ്ങനെ ഗൾഫിലൊക്കെ ആയിരുന്ന സമയത്ത് ഞാൻ അങ്ങനെ ഇരുന്നു. ഇപ്പോൾ വീട്ടിലാണെങ്കിൽ മമ്മി മറ്റേ വലിയ ബക്കറ്റുകളിൽ മറ്റേ എന്താണ് ഡ്രം കണക്കുള്ളതിൽ വെള്ളം പിടിച്ചു വയ്ക്കും. നമ്മൾ സ്കൂൾ വിട്ട് വരുമ്പോൾ വെള്ളം പിടിച്ചു വയ്ക്കും. അപ്പോൾ അതിലായിരുന്നു കുടിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ കോർപ്പക്കാലിലാവുന്ന സമയത്തും ഒന്നുകിൽ പുറത്തുനിന്ന് ക്യാൻ ഉണ്ടായിരുന്നു, ക്യാനിൽ വരുന്ന വെള്ളമില്ല, അല്ലെങ്കിൽ ഇവർ അവിടെ നിന്ന് വരുമ്പോൾ അസഖേബിൽ നിന്ന് വരുമ്പോൾ അല്ലെങ്കിൽ അവിടെ നിന്ന് ഏതെങ്കിലും വണ്ടി വരുമ്പോൾ അവിടെ നിന്ന് ഈ മിനറൽ വാട്ടർ കൊടുത്തു വിടുമായിരുന്നു. കുറേ ക്യാനിലായിട്ട് ഒരാഴ്ചത്തേക്കൊക്കെ ഉള്ള വെള്ളം എനിക്ക് ഉണ്ടാവുമായിരുന്നു. കാരണം തല മാത്രം അതിലും, കാരണം അവിടെ നല്ല ഉപ്പുള്ളത്. അന്നൊക്കെ ഞാൻ അങ്ങനെ ചെയ്യുന്നു. കാലിക്കറ്റിലൊക്കെ ആകുമ്പോഴും ഒക്കെ അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നേ, ഇടയ്ക്ക് മുറയ്ക്കൊക്കെ. അപ്പം ഈ ഹോട്ടലിലൊക്കെ സ്റ്റേ ചെയ്യണമെങ്കിൽ നമുക്കത് നടക്കൂല. പക്ഷെ ഇപ്പം ഒരു 5-6 ഈ ലോക്ക്ഡൌണിന് ശേഷം ഇതൊന്നും ശ്രദ്ധിക്കാതെ, ഒരു തരത്തിലും ശ്രദ്ധിക്കാതെ, പിന്നെ ഈ ഇന്റീരിയർ വർക്കിന്റെ സമയത്ത് പൊടിയുണ്ടല്ലോ ഭയങ്കരമായിട്ട്, നമ്മളുടെ പുട്ടി, പ്ലൈവുഡ്, ഇതിന്റെയൊക്കെ പൊടി ഉണ്ടാവും. അപ്പൊ ഈ ഡസ്റ്റ് മുഴുവൻ അടിച്ചിട്ടും പിന്നെ കെയറിങ് ഇല്ലാന്നിട്ടും പിന്നെ എനിക്ക് തോന്നുന്നു ഒരു 6 വർഷം ഇപ്പൊ സ്പായോ അല്ലെങ്കിൽ ഒരു ഹോട്ടലിലോ ഞാൻ ഒറ്റയ്ക്കുള്ള ഇത് എന്നുള്ളതല്ലാതെ വേറൊന്നും ചെയ്യലില്ല. അങ്ങനെ ഇപ്പൊ മൊത്തം കൊഴിഞ്ഞു. ഇപ്പൊ ഈ ഒരു കുറച്ച് ദിവസം കൊണ്ട് 2-3 ആഴ്ച കൊണ്ട് ഞാൻ വാട്ടർ പ്യൂരിഫയറിന് ഇവിടെ നിന്ന് വെള്ളം ഇതാക്കാതെ വാട്ടർ പ്യൂരിഫയറിൽ വെള്ളം വെച്ചിട്ട് തല കഴുകല്. അതിനുശേഷം ഭയങ്കര കുറഞ്ഞു കേട്ടോ. എനിക്കൊരു ഇത് ഇന്നലെ അത് പോയി ഒരു കിൻഡൽ കണക്കൊക്കെ കയ്യിൽ അത് പറഞ്ഞു, കിൻഡൽ കണക്ക് ഇങ്ങനെ വരുമായിരുന്നു. ഇപ്പൊ ഒരു നല്ല കുറച്ചിലുണ്ടായി. ഇത് ഞാൻ പണ്ടേ ചെയ്യേണ്ടിയിരുന്നു. അതിനൊന്നുള്ള സമയം മനസ്സുണ്ടായിരുന്നില്ല. പലവിധ ടെൻഷൻ തന്നെയായിരുന്നു, മെയിൻ ടെൻഷൻ തന്നെയായിരുന്നു പലവിധ കാര്യങ്ങളിൽ. ലോക്ക്ഡൌണിന് ശേഷം തൊട്ട് ടെൻഷന് ഒരു കുറവും ഉണ്ടായിരുന്നില്ല. 100 കൂട്ടം കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാൻ കുറെ കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഇതൊന്നും പ്രതീക്ഷിക്കാതെ വന്ന അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുണ്ടായിരുന്ന ഒരു ലൈവ് ആയതുകൊണ്ട് പൊന്നുവിന്റെ കാര്യം പറയുമ്പോൾ 100 നാവാണല്ലോ. ഈ സന്തോഷം എന്നും നിലനിൽക്കാൻ പ്രാർത്ഥിക്കുന്നു. പൊന്നു എന്റെ ജീവിതത്തിൽ എനിക്ക് സ്വന്തം എന്ന് പറയാൻ അന്നും ഇന്നും എന്നും ഉള്ളത് എന്റെ പൊന്നും അല്ലേ. അപ്പൊ പിന്നെ എനിക്ക് സന്തോഷം ഉണ്ടാവാതിരിക്കുമോ? ഞാൻ ഇന്ന് എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അത് അവള് കാരണമാണ്. ഞാൻ +2 കഴിഞ്ഞപ്പോൾ എന്നെ കെട്ടിച്ചു വിട്ടതാ. അതിനുശേഷം എനിക്ക് പഠിക്കാൻ പോകണമെന്ന് തോന്നിയത് അവള് കാരണമാണ്. അതിനുശേഷം എനിക്ക് ജോലി ചെയ്യണം എന്ന് തോന്നിയത് അവള് കാരണമാണ്. വീട്ടിൽ എല്ലാ സൗകര്യത്തോട് കൂടിയിട്ടും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ജീവിക്കുന്ന സമയത്തൊന്നും ഒരിക്കലും എനിക്ക് ഇത്രയും ഊർജിതമുണ്ടായിരുന്നില്ല. ഞാൻ ഇത്രയും, കാരണം എന്താ പറയാ, നമുക്ക് അതിന്റെ ആ ഒരു ഇതൊന്നും അറിയുന്നില്ല. പക്ഷേ ഇതുപോലെ ഞാൻ ഈ പൊന്നുവിനെ കിട്ടിയതിന് ശേഷം പഠിക്കാൻ പോയപ്പോൾ അത്രയും ആക്റ്റീവായിട്ടും അത്രയും എന്താ പറയാ താല്പര്യത്തോട് കൂടിയിട്ടും അതിന് മുൻപ് ഞാൻ പലപ്പോഴും ചിന്തിക്കാൻ, നമുക്കൊരു ശിക്ഷ കിട്ടിയത് കണക്കാണ് എന്ന് ഞാൻ ചിന്തിക്കും. വീട്ടുകാരിങ്ങനെ രാവിലെ എല്ലാം കൈവെള്ളയിൽ തന്ന് എല്ലാ കാര്യങ്ങളും നോക്കി സ്കൂളിൽ വിടുമ്പോഴും ടീച്ചേഴ്സിന്റെ മുമ്പിലൊന്നും ആളാവാൻ, ഷൈൻ ചെയ്യാൻ, ഒരു അറ്റൻഷൻ സീക്കർ എന്നുള്ള രീതിയിലല്ലാതെ എനിക്കായിട്ട് എനിക്ക് വേണം എന്ന് പറഞ്ഞിട്ടൊന്നും അന്നൊന്നും പഠിക്കാൻ വലിയ തോന്നിയിരുന്നില്ല എന്ന് എനിക്ക് തോന്നണം കേട്ടോ. ക്ലാസ് ഫസ്റ്റ് ആയിരുന്നു, അതിൽ വലിയ കാര്യമില്ല. അത് മറ്റുള്ള കൂടെ പഠിക്കുന്ന കുട്ടികൾ എനിക്കോട് അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്കേ ഉള്ളൂ. അല്ലാതെ ശരിക്കും ഞാനെന്നുള്ള ഒരാളെ വെച്ച് നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിട്ട് എനിക്ക് പഠിക്കായിരുന്നു അന്നൊക്കെ. പക്ഷേ പൊന്നു വന്നതിന് ശേഷമാണ് എനിക്ക് ക്യാമ്പസ് സെലക്ഷനിൽ എനിക്ക് ജോലി കിട്ടണം, എനിക്ക് ജോലി മസ്റ്റാണ്, എനിക്ക് പഠിച്ചേ പറ്റുള്ളൂ, എനിക്ക് ജോലി ചെയ്തേ പറ്റുള്ളൂ, എനിക്ക് ബിസിനസ് ചെയ്തേ പറ്റുള്ളൂ, അങ്ങനെയൊക്കെ ചിന്ത വന്നു. ആ ഒരു ചിന്തയാണ് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ ഇത്രയും വർഷം ഞാൻ ഒറ്റയ്ക്ക് ജീവിച്ചിട്ടും ഇവിടെ എറണാകുളത്ത് ഞാൻ 11 വർഷമായിട്ട് താമസിക്കുന്നു. അതിനു മുമ്പ് കാലിക്കട്ടിൽ എനിക്ക് കുറേ സ്ഥാപനങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു, അവിടെയൊക്കെ ഒറ്റയ്ക്ക്. അതിനുശേഷം എനിക്കൊണ്ട് 2010 ഞാൻ ഏവിയേഷന് പഠിക്കുമ്പോൾ ഞാൻ ട്രിവാൻഡ്രത്ത് ഉള്ളൊരു വീടെടുത്തിട്ട് അവിടെയാണ് പൊന്നു, അന്ന് പൊന്നു കുഞ്ഞു കുട്ടി, ചെറിയ കുഞ്ഞ്. അപ്പോൾ 2010-11 അപ്പോൾ
അന്ന് തൊട്ടേ ഞാൻ ഈ ഇത്ര ഉള്ള കുഞ്ഞുമായിട്ട് ഒറ്റയ്ക്കാണ് താമസിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്തത്. പക്ഷെ പൊന്നുവിന്റെ ഫ്യൂച്ചർ എന്നുള്ളൊരു കാരണം കൊണ്ടാണ് ഇന്നത്തെ ഞാൻ ആയത്. അപ്പോ പൊന്നുവിന്റെ കാര്യം പറയുമ്പോൾ എനിക്ക് ഭയങ്കര എന്താ പറയാ, ചെസ് പ്രാക്ടീസിന് പോയിക്കാ. എനിക്ക് മനസ്സിലാവും എൻ്റെ അമ്മയും ഈ അവസ്ഥയിൽ കടന്നു പോയ ഒരാളാണ്. അമ്മ ഉണ്ടെങ്കിൽ എൻ്റെ അന്വേഷണം പറയൂ. എറണാകുളം എവിടെയാ താമസം? എന്തിനാണ് ഡിയർ? അതുപോലെ തന്നെ ജിപ്സ ബീഗം എന്ന് പറഞ്ഞിട്ട് എൻ്റെ യൂട്യൂബ് ചാനലിൽ അതുപോലെ കോപ്പി അടിച്ചിട്ട് ഞാൻ ഞാൻ എൻ്റെ ഫാദറിന്റെ പെങ്ങളെ മക്കളെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവരെയൊക്കെ വെച്ച് നോക്കണമെങ്കിൽ ഞാൻ അതിൻ്റെ ഒരംശം പോലും ഇല്ല, കേട്ടോ. എൻ്റെ ഫാദറിന്റെ പെങ്ങളുടെ മക്കളൊക്കെ ഭയങ്കര സുന്ദരികളെന്ന് അതിസുന്ദരികളാ. അവരെയൊക്കെ വെച്ച് നോക്കണമെങ്കിൽ ഞാനൊന്നുമില്ല. അതുപോലെ എൻ്റെ മമ്മിയുടെ ബ്രദേഴ്സിന്റെ മക്കള് രണ്ട് മാമച്ചേർക്കും ഓരോ പെങ്കൊച്ചുങ്ങളേ ഉള്ളൂ. അവരൊക്കെ നല്ല രസമാണ് കാണാൻ. ഇളയ മാമച്ചി മമ്മിയുടെ രണ്ടാമത്തെ ബ്രദർ, പുള്ളിയാണ് ASP. പിന്നെ അത് നമുക്ക് ഏവനോ ഒരുത്തിന് ഏതോ കമന്റ് ഇടുന്നുണ്ട്, എൻ്റെ മമ്മി അങ്ങനെയാണ്. എനിക്ക് മമ്മി ഉള്ളവർക്കല്ലേ മമ്മിയെ പറ്റി പറയാൻ പറ്റുള്ളൂ. പിന്നെ തള്ള ആരാന്ന് പോലും അറിയാതെ പ്രസവിച്ചവർക്ക് അതിനെക്കുറിച്ച് പറയാം. പിന്നെ എന്താ എൻ്റെ അമ്മാവൻ അങ്ങനെ, എൻ്റെ അമ്മാവൻ ASP ആണ്. അതിന് ഞാനിനിയിപ്പോ എന്താ പറയാ, ഞാനെന്നുള്ളൊരിതുള്ള പുള്ളി രാജിവെക്കണോ? പുള്ളിയുടെ മകളുണ്ട്, ചെറിയ മോളല്ല, അവളിപ്പം എന്താണ് +2 കഴിഞ്ഞിട്ട് കോട്ടയം എൻട്രൻസിന് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, എൻട്രൻസ് കോച്ചിങ്ങിന് പോകുന്നുണ്ട്. അപ്പൊ അവളാണെങ്കിൽ എനിക്ക് തോന്നുന്നു മാമി പറയും, പുള്ളിക്കാരി പറയുന്നത് ഞാനും അവളും ഒരുപോലെയാണ് കാണാനെന്ന. പക്ഷെ എനിക്ക് തോന്നുന്നു അവൾ എന്നെക്കാട്ടി ഭയങ്കര, എനിക്കൊരു അവളെ കാണാൻ മറ്റേ പിന്നെ ഒരു ശ്രീദേവിയുടെ ഒരു ചായ കാച്ചിയ എന്ത് പാല് കാച്ചി എന്താ പറയും, ഒരു ചായ കാച്ചി രൂപം എന്ന് പറയാം, അതുപോലെയാ. ബ്രില്യൻ എനിക്ക് അറിയത്തില്ല ഏതാണ് ഒറിജിനൽ ഏതാണ് ഫേക്ക്. ഇതും ജിപ്സ ബീഗം ഒഫീഷ്യൽ എന്ന് പറയുന്നതും നമ്മുടെ ഇൻസ്റ്റയാണ്. പിന്നെ ജിപ്സ ബീഗം എന്റെ വെരിഫൈഡ് പ്രൊഫൈല് മറ്റേ ഫേസ്ബുക്കിലുണ്ട്. പിന്നെ എന്റെ കാര്യം പറയുമ്പോ ഇപ്പൊ നിനക്ക് അതൊക്കെ എന്താണെന്ന് പോലും അറിയാത്തതിന് എന്റെ കുറ്റമാണോ ഇതിലുള്ളവരോ അല്ലല്ലോ. ആ കമന്റ് ഇട്ട ആ മലരനോട് പറഞ്ഞിട്ട്, നിങ്ങളോടല്ല കേട്ടോ, സോറി കേട്ടോ, നിങ്ങളോടല്ല. ഞാനിതിപ്പോ പറഞ്ഞപ്പോ അവനോട് പറഞ്ഞതാ, അവന്റെ പേരൊന്നും ഞാൻ ഓർത്ത് വെച്ചിട്ടില്ല. അപ്പൊ അവൻ എന്റെ ഫോളോവർ ആയിരിക്കണം. കാരണം എന്ന് വെച്ചാൽ അല്ലാതെ അവനിപ്പോ ഈ ഞാൻ പറയുന്നതൊന്നും കേൾക്കുന്നുണ്ടാവൂലല്ലോ. ഇതൊക്കെ ഞാൻ എന്റെ കാഷ്വൽ ടോക്കിൽ പറയുന്ന കാര്യങ്ങളാണ്. അതൊക്കെ കേൾക്കണുണ്ടെങ്കിൽ എന്റെ യൂട്യൂബ് ചാനൽ ജിപ്സ ബീഗം AR എന്ന് പറഞ്ഞിട്ടുള്ള 85.6K സബ്സ്ക്രൈബേഴ്സ് ഉള്ള 10 വർഷത്തിന് മുകളിലായിട്ടുള്ള, ഇപ്പോഴാണ് ഞാനത് മോണിറ്റൈസേഷൻ ചെയ്തതും വീഡിയോസ് കുറച്ചിങ്ങനെ വെറുതെ കിടുന്നുണ്ടെങ്കിൽ പോലും 10 വർഷമായിട്ട് അത് കാണുമ്പോൾ അറിയാം. ഇതാണ് എന്റെ ഒറിജിനൽ യൂട്യൂബ് ചാനൽ. ഇതാണ് ഓഗസ്റ്റ് 5, 2015 ക്രിയേറ്റ് ചെയ്ത ഈ ഒരു അക്കൗണ്ട് മാത്രമാണ് എനിക്ക് ഉള്ളത്. ഇതെന്താ കളർ ചേഞ്ച് ആയത് പെട്ടെന്ന്? ഇടയ്ക്ക് പണ്ടൊരു സ്വഭാവം, നമ്മൾ സബ്ബിൽ ഫിൽറ്റർ മാറ്റി ഇട്ട് വെക്കും, ഫിൽറ്റർ ഇങ്ങനെ ഇട്ട് വെക്കും. പക്ഷെ നിങ്ങൾ പറഞ്ഞു ഫിൽറ്റർ വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇത് പെട്ടെന്ന് നോക്കിയപ്പോഴത്തേക്ക് വേറെ ഏതോ കളർ വന്ന കണക്ക്. നിങ്ങളിൽ ആരെങ്കിലും ഇതല്ലാതെ ഏതെങ്കിലും എൻ്റെ എന്ന് പറഞ്ഞിട്ട് യൂട്യൂബ് ചാനൽ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ 1 10 100 1000 10 ലക്ഷം 10 ലക്ഷം കോടി 2,22,89,157 വ്യൂവേഴ്സ് ഉള്ള ഈ ചാനലാണ് ഓഗസ്റ്റ് 5 ക്രിയേറ്റ് ചെയ്ത ഈ ജിപ്സ ബീഗം AR എന്ന് പറഞ്ഞ ഈ ചാനൽ മാത്രമേ ഉള്ളൂ എനിക്കൊരു ചാനലായിട്ട്. എന്ന് വെച്ചാൽ
6K സബ്സ്ക്രൈബേഴ്സ് ഉള്ള. ഇപ്പം എന്റെ പേരിൽ ഇതേപോലെ എന്ന് വെച്ചാൽ ഞാനാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന അതേപോലെ അതേ DP അതേ ഇതും വെച്ചിട്ട് എന്റെ പഴയ FBയിലെ വീഡിയോസും എന്റെ മറ്റതും മറിച്ചതും ഒക്കെ എടുത്തിട്ട് അതേപോലെ തന്നെ അതേപോലെ ഞാൻ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. ഇത് നോക്കിക്കോ, ജിപ്സ ബീഗം AR എന്ന് പറഞ്ഞ ഒഫീഷ്യലിൽ നിന്ന് തന്നെയാണ് ഇത് കൊടുത്തിരുന്നത്. ഞാൻ ഇതുപോലെ പറഞ്ഞതിന് ശേഷം 4 ഫാൻസ് എന്നാക്കി. ഇപ്പം 7.42 വെറും 7K അല്ല. എന്തൊക്കെ അപരാധമുണ്ടോ എന്റെ സബിലെ മറ്റേ മർച്ചന്റിലേക്ക് എടുത്തിട്ട് സ്ക്രീൻഷോട്ടൊക്കെ എടുത്തിട്ട് ഒന്ന് ആലോചിച്ച് നോക്കണം. ഇത് മാത്രമല്ല, എല്ലാം മെമ്പർ. ഇതൊക്കെ ആരുടെ ആണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഈ കാണുന്നത് ഇത് ആരുടെ ചന്തിയാണ്, ഇത് ആര് കമന്ന് കിടക്കണേണെന്ന് എനിക്കറിയില്ല. അത്യാവശ്യം മാംസമുള്ള ഒരു വെളുത്തത് നോക്കിയിട്ടാണ് ഇപ്പൊ മീൻസ് തലയില്ല എന്ന് വെച്ചാൽ എന്റെ ചാനലിൽ നിന്ന് പറഞ്ഞിട്ട് ഇതാക്കുമ്പോ തലയില്ലെങ്കിൽ അത് ഞാനാണെന്ന് മറ്റുള്ളവർ വിശ്വസിക്കുമല്ലോ. ഇത് കണ്ടോ, ഈ മെമ്പേഴ്സ് ഒള്ളി എന്ന് പറഞ്ഞിട്ട് കാണിക്കണേ. ഈ മെമ്പേഴ്സ് ഒള്ളിയിൽ മെമ്പർഷിപ്പ് എടുക്കുന്ന ആൾക്കാർക്ക് എന്താണ് കൊടുക്കണമെന്ന് എനിക്കറിയില്ല. മെമ്പേഴ്സ് ഒള്ളി അടിച്ചു നോക്കുമ്പോ this video is available to this channel's members level gold for any higher prices level എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വരും. ഇത് കാണിക്കുമ്പോ ഇതുപോലെയാണ് വന്നത്. ഇത് ഞാനുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. ഇതിൽ 25,000 രൂപയ്ക്കും 900 രൂപയ്ക്കും 350 രൂപ തൊട്ട് 359 രൂപ തൊട്ട് 19,999 രൂപ വരെ അവർ മെമ്പർഷിപ്പ് ഇതാക്കുന്നുണ്ട്. എനിക്കറിയില്ല, ഇത്രയും ആൾക്കാരുടെ കയ്യിൽ നിന്ന് ലക്ഷങ്ങൾ ഇതുവരെ ഊറ്റി. ഞാൻ സൈബറിൽ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. അവർ പറയണം അവർ റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ഒരുപാട് പാവങ്ങളുടെ, ഇപ്പൊ എന്നോട് ഇഷ്ടമുള്ള ഒരുപാട് പാവങ്ങളുടെ എന്ന് വെച്ചാൽ എന്റെ ഏതെങ്കിലും ഇതിലുള്ള തമ്പനയിലൊക്കെ എന്ന് വെച്ചാൽ എന്നോ ഞാൻ യൂട്യൂബിലോ ഇൻസ്റ്റയിലോ FBയിലോ ഒക്കെ ഇട്ട് അതേ സാധനങ്ങൾ എടുത്തിട്ടാണ് ഇത് മാത്രമാണ് ഇതിലുള്ളത്. കണ്ടോ, എന്റെ FBയിൽ നിന്നും എന്റെ യൂട്യൂബിൽ നിന്നും എന്റെ ഇൻസ്റ്റയിൽ നിന്നും കോപ്പി ചെയ്തെടുത്തിട്ട് ഇതേപോലെ ചാനൽ ഉണ്ടാക്കിയിട്ടാണ് അത് ഇത്രയും ലക്ഷക്കണക്കിന് ആൾക്കാരെ ഒന്ന് പറ്റിച്ചു വാങ്ങിക്കുന്നത്. ഈ മെമ്പേഴ്സ് ഒള്ളി എന്ന് പറഞ്ഞിട്ടിരിക്കുന്നതിൽ എന്താണ് ഈ കാണിക്കണേന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതിൽ ആരെ വെച്ചിട്ടാണ് ലൈവ് ചെയ്യണേന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതാണ് ഇത് കണ്ടോ, ഇത് ഞാൻ എന്നോ എവിടെ എന്റെ സബിൽ ഇട്ടതിന്റെ ഫോട്ടോസ് എടുത്ത് സ്ക്രീൻഷോട്ട്, അല്ലെങ്കിൽ ഞാൻ സബില് അല്ലെങ്കിൽ നമ്മുടെ സബില് സ്റ്റോറി ഇട്ടതിന്റെയൊക്കെ സ്ക്രീൻഷോട്ട് എടുത്തിട്ടാണ് ഇതാക്കുന്നത്. സ്റ്റോറി ഇട്ടതിന്റെ സ്ക്രീൻഷോട്ട് വരെ എടുത്തിട്ടിട്ടാണ് ഇത് നിനക്ക് മാത്രമായി ഒരു ലൈവ് വീഡിയോ. അതിന്റെ തമ്പനയിലാട്ടോ ഇത് മുഴുവൻ ഞാൻ സബിലിട്ടിരുന്ന തായോളിത്തരം കാണിക്കണേന് ഒരു പരിധി ഉണ്ട് എന്നുള്ളതാണ്, ഒരു പരിധി ഇല്ല എന്നുള്ളതാണ്. സബില് ഞാൻ എന്റെ ഇൻസ്റ്റയിൽ ഇട്ടിരുന്ന ഇതെടുത്ത് വെച്ചിട്ടാണ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആലോചിച്ച് നോക്കണം. ഇത് കാണുമ്പോൾ ആൾക്കാർ വിചാരിക്കും ഇത് എന്റെയാണ് എന്ന് ഇതാക്കിയിട്ട് ഇത് കണ്ടോ. നിങ്ങൾ ആരെങ്കിലും, നിങ്ങളിൽപ്പെട്ട ആരെങ്കിലും ഇത് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഇത് അൺസബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ അന്ന് ഇതുപോലെ ഒരു വീഡിയോ ഇട്ടതിന് ശേഷം ഞാനപ്പം ഓക്കെ സൈബർ അവർ നോക്കുന്നുണ്ടല്ലോ, അവരെന്തെങ്കിലും ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ട് മിണ്ടാതിരുന്നത്. മിണ്ടാതിരിക്കണതിനനുസരിച്ച് വീണ്ടും 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 ഇതിങ്ങനെ ഇതാക്കിക്കൊണ്ടിരിക്കുന്നു. അടിച്ച് കവാലം പൊട്ടിക്കേണ്ട ഇതാ. സ്വന്തമായിട്ട് കണ്ടന്റ് ഒരു അറിയൂല. ഒന്ന് ആലോചിച്ച് നോക്കണം. ഇതേപോലെ മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് ചത്തവന്റെ മറ്റതുണ്ടാക്കി ജീവിച്ചൂടെ ഇവനൊക്കെ? ഉളുപ്പുണ്ടവനൊക്കെ. എന്റെ ഈ കൊച്ചു ലോകത്തേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ സ്നേഹിക്കുന്നവർക്കും എന്റെ വിശേഷങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നവർക്കും വേണ്ടി ഈ ചാനലിലൂടെ എന്റെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ പങ്കുവയ്ക്കുന്നു. എല്ലാവരുടെയും പ്രാർത്ഥനയും പിന്തുണയും കൂടെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നും പറഞ്ഞിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. മാർച്ച് 28 എന്നാണോ എന്റെ സബ്സ്ക്രിപ്ഷനിലെ വീഡിയോ ലീക്കാക്കിയത് അന്നാണ് ഇത് തുടങ്ങിയിരിക്കുന്നത്. അന്നാണ് ഇതേപോലെ ഇൻസ്റ്റാഗ്രാമിലും മറ്റേലും മറിച്ചിലും കുറെ ചാനലുകൾ തുടങ്ങിയിരിക്കുന്നത്. അന്നായിരുന്നു ഇതേപോലെ FBയിൽ കുറെ ചാനൽ തുടങ്ങി, ടെലഗ്രാം വഴി ഒക്കെ ഇതാക്കിയത്. ഇതെല്ലാം ഒറ്റ ദിവസം ഈ മാർച്ച് 28 ഇതാക്കിയതാണ്. അന്നാണ് ഈ ചാനലും തുടങ്ങിയിരിക്കുന്നത്. ബാക്കിയൊക്കെ ഏകദേശം എനിക്ക് തോന്നുന്നു 50ഓളം ഇൻസ്റ്റാ അക്കൗണ്ട്, ഏകദേശം 10-25ഓളം ഫേസ്ബുക്ക് അക്കൗണ്ടുകൾ, പിന്നെ കുറെ അവന്മാര് അവരാധിച്ച് ഇട്ട വീഡിയോസ്, ഇതെല്ലാം സൈബർ സെല്ലുകാര് റിമൂവ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സൈറ്റിൽ റിമൂവ് ചെയ്യണതിനനുസരിച്ച് ടച്ചിനിരുന്ന് അപ്ലോഡ് ചെയ്തോണ്ടിരിക്കുക. നിങ്ങളിൽ ആരെങ്കിലും ഇതാക്കിയിട്ട് ദയവായിട്ട് ഇത് നിങ്ങളൊന്ന് റിപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഓരോരുത്തരും ഒന്ന് റിപ്പോർട്ട് ചെയ്യണം. ഇതേപോലെ ഇത് തമിഴ് പൂവിക മറ്റത് മറിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ മറ്റതുണ്ടായിരുന്നു. പക്ഷെ ഇതെല്ലാം ഞാൻ അറിയുന്നത് നിങ്ങൾ കാരണം കേട്ടോ. നിങ്ങൾ എന്നോട് പറഞ്ഞു തരുമ്പോഴാണ് ഞാൻ ഇതെല്ലാം അറിയുന്നത്.
കുറെ സ്പേസ് ഇട്ടിട്ട് ഞാൻ ഇതുപോലെ വീഡിയോ ഇട്ടപ്പോ കുറെ സ്പേസ് ഇട്ടിട്ട് 4 ഫാൻസ് എന്ന്. അല്ല, ഇതൊക്കെ കാരണമാണ് ഞാനിപ്പോ ലൈവിൽ വരാത്തതിന്റെ ഒരു കാരണം. പഴയത് വെച്ചിട്ടല്ലേ ഓട്ടിക്കോളൂ, പുതിയതൊന്നും എടുത്ത് ഓട്ടിക്കില്ലല്ലോ. അതുകൊണ്ടാണ് ഈ മാർച്ച് 28 ശേഷം ഞാൻ ലൈവ് വരാത്തതിന്റെ മെയിൻ കാരണം. ഇതുപോലെ ഞാൻ പരസ്യമായിട്ട് ഇടുന്ന സാധനങ്ങൾ വെച്ചിട്ടും ഞാൻ ഇത് ഇതാക്കുന്നതും വെച്ചിട്ട് കണ്ടവന്മാര് തീട്ടം തിന്നുന്നുണ്ട്. അപ്പൊ അവന്മാർക്ക് തിന്നാനുള്ള വക ഉണ്ടാക്കി കൊടുക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ സത്യത്തിൽ ഇത്രയും നാളും ഞാൻ വരാതിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ വരാതിരുന്നതിന്റെ മെയിൻ കാരണം. അല്ലെങ്കിൽ എനിക്കൊരു 10 മിനിറ്റ് ഒരു 5 മിനിറ്റ് എപ്പോഴെങ്കിലും, കാരണം ഞാൻ 24 hours ഇതിൽ ഇരിക്കുന്ന ഒരാളല്ല. ജിപ്സ ബീഗം AR ഒഫീഷ്യൽ എന്റെ അതേ പ്രൊഫൈലും എന്റെ അതേ ഇതും വെച്ചിട്ടാണ്, DPയും ഒക്കെ വെച്ചിട്ടാണ് ഈ ചെയ്യുന്നതെന്ന് ഒന്ന് ആലോചിക്കുമ്പോഴാ. അവന്റെ അമ്മേനെ കൊടുക്കുമെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ ഈ മെമ്പർഷിപ്പുകാർക്കൊക്കെ. അതും 7,000 9,000 രൂപയ്ക്കൊക്കെ മെമ്പർഷിപ്പ് എടുക്കുന്ന ആൾക്കാർക്ക് അവൻ ആരെയാണ് ഈ കൊടുക്കുന്നത് എനിക്ക് അറിയത്തില്ല. അവർ റിയൽമീറ്റ് വരെ ഓഫർ ചെയ്യുന്നുണ്ട്. അത് ഈ ഇതുപോലെ ടെലഗ്രാം വഴിയൊക്കെ ഇതാക്കിയത് ആ അപരാധികൾ ഉൾപ്പെടെ ഇത് കൊടുക്കുന്നുണ്ട്. ഇല്ല, ഞാൻ പോയില്ല. ഞാൻ കുറച്ചു നേരം എനിക്ക് ഭയങ്കര TP ഒക്കെ ഒന്ന് ചെറുതായിട്ടായി ഭയങ്കര ടെൻഷനൊക്കെ ആയപ്പോൾ ഞാൻ വിചാരിച്ചൊന്ന് ആരോടെങ്കിലും മിണ്ടിയും പറഞ്ഞിരിക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ ഒരു ചെറുതായിട്ട് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഉണ്ടാക്കി. പൊന്നു ഇത് അവൾക്ക് കോൺഫിഡൻസ് കുറവാ. ഇപ്പൊ അവളിപ്പോ മെലിഞ്ഞു. അവൾക്ക് ബോഡി ഷേമിങ് ചെയ്യുമോന്ന് പേടിയാറട്ടെ. അവളെ കുഞ്ഞിലേ ഉള്ള കോൺഫിഡൻസ് അവൾക്കില്ല. ഫോട്ടോസ് ഒക്കെ വീഡിയോയിൽ വരെ അവൾക്ക് ബോഡി ഷേമിങ്, അവളെ ബോഡി ഷേമിങ് ചെയ്യുക. ബോഡി ഷേമിങ് ചെയ്ത് നിനക്കെന്താ? അവൾക്ക് നിനക്കൊന്നും നഷ്ടമാവാൻ പോകുന്നില്ല. അവളുടെ ഫ്രണ്ട്സിനും അവളുടെ എല്ലാവർക്കും ഇൻസ്റ്റാഗ്രാമും ഇതിൽ ഇത് മാറിക്കിടക്കണം. വെറുതെ അല്ലട്ടോ. അയ്യോ, എന്താണ് സംസാരിച്ചോണ്ടിരുന്നപ്പോ എന്തിലോ എനിക്ക് എപ്പോഴേ തോന്നി, എന്തിലോ കയറിയിട്ട് ടച്ചായിട്ട്. ഇതിൽ ഫിൽറ്റർ ഓൺ ആണെന്ന് എന്തോ ഒരു ഫിൽറ്റർ ഓൺ ആണെന്ന് തോന്നുന്നു. എന്താ കണ്ടോ, ഒരു ലിപ്സ്റ്റിക്കിന്റെ ഷെയ്ഡ് കണക്ക് വരുന്നത്. സബ് എടുക്കണമെന്ന് കരുതി അതിന് വേണ്ട എന്തോ ഒരു അറ്റാച്ച്മെന്റ് തോന്നുന്നു. എൻ്റെ അമ്മയെ അന്വേഷിച്ചു എന്ന് പറഞ്ഞില്ല, അതൊരു സന്തോഷമാണ്. എൻ്റെ ഭാഷയെ സബിൽ നമ്മൾ കൂടുതലും നമ്മളുടെ വിശേഷങ്ങളും നമ്മളുടെ എന്താ പറയുക, രണ്ടാൾക്കും സുഖം തന്നെ, രണ്ടാൾക്കും സുഖമാണ്. പണ്ട് ഞാൻ കുറേ എനിക്കൊരു 10-250 പേരെ ഞാൻ ബ്ലോക്ക് ചെയ്തു. അതിനുശേഷം നമ്മളുടെ സാധാ ലൈവൊക്കെ എന്ത് ഡീസൻ്റാ നോക്കിയേ. ശരിക്കും പറഞ്ഞാൽ ബ്ലോക്ക് ചെയ്യേണ്ടത് വെട്ടി നിരത്തേണ്ടത് ചെയ്യണം എന്നുള്ളതാ. എനിക്കൊരു എന്തോ ഒരു ഇത് ഇതാവുന്നെന്ന് തോന്നുന്നു കേട്ടോ. ഫിൽറ്റർ എന്തോ ഓണായതുപോലൊരു തോന്നല്. ഇപ്പൊ ഓക്കെ ആണോ? ഇപ്പോഴും ഓക്കെ അല്ലല്ലോ. ഇനിയിപ്പോൾ ഞാൻ വേറെ ഏതെങ്കിലും അക്കൗണ്ട് നോക്കേണ്ടി വരും. കാരണം വെച്ചാൽ നമ്മൾ അനാവശ്യമായിട്ട് ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇതാക്കുമ്പോഴാണ് നമ്മളെ അനാവശ്യമായിട്ട് കുറെ അവന്മാർക്ക് ചൊറിയാനുള്ളൊരു അവസരം കിട്ടുന്നത്. മറ്റേതാകുമ്പോൾ അവിടെ ആരും വന്ന് ചൊറിയത്തില്ലല്ലോ. പിന്നെ അത് ലീക്ക് ആക്കിയതും സൈറ്റിൽ കൊണ്ടുപോയി സെയിൽ ചെയ്തവനെയും സൈബർ പോലീസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അവൻ പറഞ്ഞൊരു കാരണം എന്ന് വെച്ചാൽ അവന്റെ പ്രൈവറ്റ് ആവശ്യത്തിന് വേണ്ടിയിട്ട് അവൻ അത് ഇതാക്കി വെച്ചതായിരുന്നു. കാരണം എന്റെ ഓരോ ഇതിലും ഉണ്ടായിരുന്നത് ആരൊക്കെയാണ് എന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് അറിയാലോ. അപ്പൊ അവൻ പറഞ്ഞൊരു കാരണം, അത് അവന് പൈസയ്ക്ക് ആവശ്യം വന്നപ്പോൾ അവൻ ഇനിയും ആൾക്കാരുടെ സബ് എടുക്കാനും അതിനും ഇതിനും വേണ്ടിയിട്ട് പൈസയ്ക്ക് ആവശ്യം വന്നപ്പോൾ അവൻ സെയിൽ ചെയ്തതാണ് എന്ന് പറഞ്ഞിട്ട് അവൻ കരഞ്ഞു മെഴുകുന്നുണ്ട്. പക്ഷെ കരഞ്ഞു മെഴുകൽ കൊണ്ട് മാത്രമൊന്നും കാര്യമില്ലല്ലോ.
താങ്ക് യു സുഭാഷ് ഏട്ടാ, താങ്ക് യു ഡിയർ. പിന്നെ അവിനാഷ് ഒരു ഹായ് തരുമെന്നോ? ഒരു ഹായ് അല്ല, 1000 ഹായ്. എന്റെ ലൈവിൽ വന്നിട്ട് ഒരു ഹായ് തരുമോ എന്ന് ചോദിച്ചാൽ പിന്നെ ഞാൻ തരാതെ പിന്നെ കൊള്ളാം. പൊന്നു ചെസ് അവർക്ക് ടൂർണമെന്റ് ഉണ്ട്, അപ്പൊ അതിന് മുമ്പിലുള്ള പ്രാക്ടീസ് ഉണ്ട്, അപ്പൊ അതിന് വേണ്ടി പോയതാ. അവൾ 6ാം ക്ലാസ് വരെ നന്നായിട്ട് ചെസ് കളിക്കുമായിരുന്നു. പിന്നെ സ്കൂള് മാറിയപ്പോഴത്തേക്കുവേ അല്ല, നിങ്ങൾക്ക് നിയമം, ഞാൻ അതിന്റെ ഇടയിൽ പൊന്നു ഇപ്പൊ മാർച്ച് 28 ഇപ്പൊ ഇങ്ങനെ വരുമ്പോഴത്തേക്കും പിറ്റേ ദിവസം ഞാൻ ഒന്നാമത് ആ സമയത്ത് 3-ാം ദിവസം എനിക്ക് പീരീഡ്സ്, എനിക്ക് സഹിക്കാൻ കഴിയാത്ത വയറുവേനയും നടുവേനയും മരിച്ചു പോകുന്ന ബുദ്ധിമുട്ടാണ്. അത് കഴിഞ്ഞ ശേഷം പൊന്നു ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ട് 2-3 ആഴ്ച ആ സമയത്തൊക്കെ നിങ്ങൾക്ക് അറിയാം. പിന്നെ അനിയത്തി അങ്ങനെ ഞാൻ ഓടിയതോടെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇപ്പൊ വേറൊരാൾ പറഞ്ഞു, പിന്നെ എന്റെയും ലീക്ക് ആക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ വേറൊരു വെരിഫൈഡ് പ്രൊഫൈൽ ആരോ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ശരിക്കും നിയമപരമായിട്ട് പോവാം. നിങ്ങൾ കംപ്ലൈന്റ് കൊടുക്കുക സൈബറിൽ. പിന്നെ നിങ്ങൾക്ക് കംപ്ലൈന്റ് കൊടുക്കാം. കംപ്ലൈന്റ് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും, കാരണം എന്റെ പേരിലുണ്ടായിരുന്ന 100 കണക്കിന് അക്കൗണ്ടുകളാണ് നീക്കം ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഞാൻ ഈ ആവശ്യമില്ലാതെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടോ കണ്ട ഓൺലൈൻ ചാനലുകളിലോ അതിലോ പോയിട്ട് ഇന്റർവ്യൂ എടുക്കാനോ ഒന്നും പോയില്ല. കാരണം അതിന്റെ ആവശ്യമില്ല. അപ്പൊ എന്ന് പറഞ്ഞിട്ട് മെഴുകാനോ ഒന്നും ഞാൻ നിന്നില്ല. കാരണം എന്ന് വെച്ചാൽ അതിന്റെ ആവശ്യമില്ല എന്നുള്ളത് കൊണ്ടാണ്. അവള് ചെസ് കളി മാത്രമല്ല, അവൾക്ക് ഹോഴ്സ് റൈഡിംഗ് ഉണ്ട്, സ്വിമ്മിംഗ് ഉണ്ട്, റോളർ സ്കേറ്റിംഗ് ഉണ്ട്, അങ്ങനെ ഒരുപാട് ഇതുണ്ട് കേട്ടോ. എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, പെയിന്റിംഗ് ഉണ്ട്. ബ്ലോക്ക് ചെയ്യേണ്ട കഴിവേറികളെ അപ്പം ബ്ലോക്ക് ചെയ്യണം എന്നുള്ളതാണ്. യെസ്, ലീഗലി പോയാൽ പിന്നെ പോലീസുകാർ ചൊറിയാൻ വരും. നിങ്ങൾക്ക് അങ്ങനെ ഒരു മോശം അനുഭവം ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് ജസ്റ്റ് മെസ്സേജ് അയക്കോ. അങ്ങനെ പക്ഷെ അങ്ങനെ എനിക്ക് തോന്നണില്ല കേട്ടാ. ഞാൻ കംപ്ലൈന്റ് കൊടുത്തത് ആലുവ സ്റ്റേഷനിലായിരുന്നു. ഞാൻ കൊടുത്ത ആ സെക്കൻഡ് തന്നെ അവര് റെസിപ്റ്റ് തന്നു. ഞാൻ എസ് പി ഓഫീസിലാണ് ഞാൻ ഫസ്റ്റ് പോയത്. ആലുവ SP ഓഫീസിൽ പോയി അവിടെ ഞാൻ കംപ്ലൈന്റ് കൊടുത്തു. ആ സെക്കൻഡ് തന്നെ അവർ അവിടെ നിന്ന് ഫോർവേഡ് ചെയ്തു. മെയിലായിട്ട് ഞാൻ മെയിലും അയച്ചിട്ടുണ്ടായിരുന്നു. അത് മെയിൽ അങ്ങോട്ട് ഫോർവേഡ് ചെയ്തു. എന്റെ കംപ്ലൈന്റ് ഫോർവേഡ് ചെയ്തു. അത് കഴിഞ്ഞ ശേഷം അവര് പിറ്റേ ദിവസം തൊട്ട് അതുകൊണ്ടാണ് ഇപ്പൊ നിങ്ങൾ ആരെങ്കിലും ഏതെങ്കിലും ഇൻസ്റ്റയിൽ എന്റെ ഇത് കാണുന്നുണ്ടോ? നിങ്ങളിലുള്ള ഒരുപാട് പേരാണ് എന്നെ ഹെൽപ്പ് ചെയ്തു കേട്ടോ. എനിക്കാണ് ഇതൊന്നും ഞാൻ കാണുന്നുണ്ടായിരുന്നില്ല. പലതിലും എന്നെ ബ്ലോക്ക് ചെയ്തിട്ടാ. അപ്പം എന്റെ ഈ ഫ്രണ്ട്സ്, നിങ്ങളുടെ ഈ ഇൻസ്റ്റാ ഫ്രണ്ട്സ് തന്നെയാണ്, ഇൻസ്റ്റാ FB ഫ്രണ്ട്സ് എനിക്ക് ലിങ്ക് അയച്ചു തന്നത്. അതുപോലെ കാരണം എനിക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് കാണാനേ പറ്റുന്നില്ല. ഞാൻ ആ ലിങ്ക് അതുപോലെ തന്നെ സൈബറിലോട്ട് അയച്ചു കൊടുക്കും. എന്നിട്ട് ഞാൻ ഇപ്പൊ ഇവരോട് പറയുന്ന സ്ക്രീൻഷോട്ടും കൂടെ അയച്ചു തരുമെന്ന്. തമിഴ് പൂവിക, ജിനു, മറിച്ച് ഞാൻ കുറെ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു തോന്നണു. അപ്പൊ അവരും പറഞ്ഞു നിങ്ങൾ സ്റ്റാറ്റസും കൂടെ ഇട്ടോളൂ, അല്ലെങ്കിൽ ഒരുപാട് പേരുടെ പൈസ പോകും എന്ന് പറഞ്ഞു. എന്നിട്ട് ആ സ്റ്റോറിയിൽ ഒരു ടെലഗ്രാം ഇത് കൊടുക്കുക, സ്കാനർ കൊടുക്കുക. ഇന്നലെ ഒരു ലേഡിയുടെ ഞാൻ ഇതുപോലെ കണ്ടു. ഇന്നലെ ഞാൻ ഒരു ലേഡിയുടെ ഇതേപോലെ പുള്ളിക്കാരി പറഞ്ഞു ഇതേ സെയിം സംഭവം കണ്ടു. ഇത് ശരി. അപ്പൊ അവരും പറയുന്നത് ഇത് 1, 2, 10, 100 പേരെയൊന്നും അല്ല, സാധാ വീട്ടമ്മമാരുടേത് പോലും നൈസായി വന്നു. ഡ്രോപ്പ് MMS അതിലെ തന്നെയാണ്. കാരണം ഇതിപ്പോ പലരുടെയും ഫോൺ ഹാക്ക് ആക്കിയിട്ട് അവരുടെ ഇപ്പം ഈ കപ്പിൾസുമായിട്ടുള്ള ഇതിപ്പം ഇങ്ങനെ അതല്ല, ഇതിപ്പോ ഇതിന്ന് കൊണ്ടുപോയിട്ട് എന്താണ് ഇത് ചെയ്തതാണ്, സെയിൽ ചെയ്തതാ. ഇതല്ലാതെ പല ആൾക്കാരുടെയും ഇപ്പൊ ഇന്റിമേറ്റ് വീഡിയോസ് ആണെങ്കിലും ബാക്കിയല്ല ഇപ്പം എന്താ പറയാ ഇന്റർപോസ് ചെയ്യുന്നതാണെങ്കിലും അതല്ല അവർ കപ്പിൾസ് തമ്മിലുള്ളതാണെങ്കിലും പോലീസ് അവിടെ സൈബറിൽ നിന്ന് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ പലതും സ്വന്തം ഫോണിൽ നിന്ന് നമ്മൾ വിചാരിക്കും നമ്മളുടെ ഫോൺ നന്നാക്കാൻ എവിടെയെങ്കിലും കൊടുത്തു, അല്ലെങ്കിൽ എന്തെങ്കിലും റിപ്പയറിങ്ങിന് കൊടുക്കുമ്പോഴത്തേക്ക് കംപ്ലൈന്റ് വന്നിട്ട് റിപ്പയറിങ്ങിന് കൊടുക്കുമ്പോഴും അതല്ല സംഭവം. ഇവർ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോൺ സൈറ്റിൽ തന്നെ നമ്മളിപ്പോൾ പല പോൺ സൈറ്റിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ പറയുന്നതാണ് ആ സൈറ്റ് വഴി നമ്മളുടെ ഫോൺ ഹാക്ക് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട് എന്നാണ് അവർ പറയുന്നത്. പുള്ളി കുറെ എന്താണ് ഇതിന്റെ അവയർനെസിന്റെ ക്ലാസ് ഒക്കെ പുള്ളി എടുക്കുന്ന ഒരാളാണ്. അപ്പം പുള്ളി പറഞ്ഞൊരു കാര്യമാണ്. പിന്നെ മാത്രമല്ല നമുക്ക് ഏതെങ്കിലും എന്താണ് വണ്ടിയുടേതോ എന്തെങ്കിലും ആയിട്ട് ലിങ്ക് അയച്ചുതരും. ആ ലിങ്ക് കയറി കഴിഞ്ഞാൽ അപ്പം നമ്മളുടെ ഗ്യാലറിയിൽ എന്താണോ ഉള്ളത് ആ ഗ്യാലറി അതുപോലെ അവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു. എന്നിട്ട് ഇവർ നമ്മളുമായിട്ട് ഒന്നുകിൽ ബാർഗെയിൻ ചെയ്യും, അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ബാർഗെയിൻ വെച്ചാൽ ഇപ്പൊ ഞാനിപ്പോ എനിക്കൊരു ലവർ ഉണ്ടെങ്കിൽ ആ
ആ ലവറുമായിട്ട് എന്തെങ്കിലും വീഡിയോസോ അല്ലെങ്കിൽ ഞാൻ എന്റെ ഹസ്ബൻഡുമായിട്ട് എന്തെങ്കിലും വീഡിയോസോ അല്ലെങ്കിൽ എനിക്കൊരു ബോയ് ഫ്രണ്ട് ആരും ആവട്ടെ വാട്ട് ഇറ്റ് ഈസ്, അപ്പൊ ആരും എന്തെങ്കിലും അത് ആരെന്നുള്ളതല്ല, ഹു ഇറ്റ് ഈസ്, അതല്ല മീൻസ് ആരാണോ ഏതെങ്കിലും ഒരാളുമായിട്ട് അങ്ങനെ നമ്മൾ എന്തെങ്കിലും ഒരു സംഭവം നമ്മളുടെ ഫോണിൽ ഉണ്ടെങ്കിൽ അവരത് ആക്സസ് ചെയ്യും, അത് എന്നിട്ട് അത് എടുത്തിട്ട് ഇതുപോലെ ചെയ്യുകയും ചെയ്യും. അങ്ങനത്തെ സൂര്യകുമാറും കെട്ടവനെന്നും പറഞ്ഞിട്ടുള്ള 2 അവന്മാരാണ് ഇതിനു മുൻപ് കുറെ ഇതുപോലത്തെ സംഭവം ചെയ്തിട്ട് അവന്മാരുടെ പിന്നാലെയാണ് സൈബർ സെല്ലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഡ്രോപ്പ് MMSലാണ് ഇവരിത് സെയിൽ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ ഈ കംപ്ലൈന്റ് കൊടുക്കുന്നതിന് കുറച്ച് ദിവസം മുൻപ് ഇതേപോലെ സെയിം ഇവരെ കുറിച്ചിട്ട് കംപ്ലൈന്റ് വന്നിട്ടുണ്ടായിരുന്നു എന്നും പറഞ്ഞു. അപ്പൊ നിങ്ങളൊക്കെ ഈ ഫോൺ സൈറ്റിലൊക്കെ ദയവ് ചെയ്ത് കയറുമ്പോൾ ഇതൊക്കെ ഒന്ന് നിങ്ങളുടെ ഗാലറിയിലോട്ടുള്ള ആക്സസും അതും ഇതും കൂടെ ഒക്കെ അവർക്ക് കിട്ടും എന്നുള്ളതും കൂടി നിങ്ങളൊന്ന് ആലോചിക്കും കേട്ടോ. തമിഴൻ മാത്രമൊന്നും അല്ലെന്നേ, തമിഴ് എന്നത് മലയാളികൾ എല്ലാവരും ഇതിലുണ്ടാവും, അല്ല തമിഴ് മാത്രമൊന്നും ഉണ്ടാവും അല്ല. തമിഴ് ചൊവ്വയിലിട്ട് കഴിഞ്ഞാൽ തമിഴരാണെന്നല്ലേ, നല്ല പക്ക മലയാളികളും ഉണ്ട്. ഇപ്പം ഇവര് കംബോഡിയന്ന് കുറച്ചുപേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതെല്ലാം മലയാളികളായിരുന്നു. കാരണം ഇവർ ചെയ്യണേന്ന് വെച്ചാൽ ഇപ്പൊ കംബോഡിയ അല്ലെങ്കിൽ നമ്മളുടെ രാജ്യവുമായിട്ട് ടൈപ്പ് ഇല്ലാത്ത രാജ്യത്ത് പോയിരുന്നിട്ടാണ് പലരും പല കാര്യങ്ങളും പോയി ചെയ്യുന്നത്. പക്ഷെ ഇവരുടെ വിചാരം ഇവർ സേഫ് ആയിരിക്കും എന്നുള്ളതാണ്. ഒരു 100 പേരിൽ 50 പേര് രക്ഷപ്പെടും, ഒരു 50 പേരെ പിടിക്കും, അല്ലെങ്കിൽ ഒരു 30 പേരെ പിടിക്കും. നിങ്ങൾക്ക് ധൈര്യമായിട്ട് സൈബറിൽ കംപ്ലൈന്റ് കൊടുക്കാം, ഒരു പ്രശ്നവുമില്ല. പൊന്നോ ആ കംപ്ലൈന്റ് കൊടുത്തതിന്റെ ആ ഫയൽ എവിടെയാ? ബാഗിൽ നിന്ന് എടുക്ക്. കാരണം ഇപ്പൊ അതേ സെയിം സിറ്റുവേഷനിൽ സെയിം കാര്യം വേറെ ഒരു ആന്റി ഇതിൽ പറയുന്നുണ്ട്. സാധാ ആൾക്കാരുടെ വീഡിയോസും ഫോട്ടോസും പോലും സബ്ബിലതാണ് എന്ന് തെറ്റിദ്ധരിപ്പിച്ചിട്ടും എനിക്ക് പാർട്ണറിനെ വേണം എന്ന് തെറ്റിദ്ധരിപ്പിച്ചിട്ടൊക്കെ ഇതേപോലെ ഇത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ഇന്നലെ സെയിം ഒരു ലേഡി കരഞ്ഞു വിളിച്ച് അവർ സംസാരിക്കുന്നതിന്റെ ഒരു സാധനം ഞാൻ ഇന്നലെ ജസ്റ്റ് കണ്ടതേ ഉള്ളൂ. ഞാൻ അത് സൈബറിന് കൊടുത്തിട്ടുണ്ട്. കാരണം എല്ലാരും വിചാരിക്കും ഇതിനൊന്നും തീരുമാനം ആവില്ല അല്ലെങ്കിൽ ഇതാക്കില്ല എന്നൊക്കെ വിചാരിച്ചിട്ടാണേ. പേടിയാണ് പലർക്കും, പിന്നെ കുറെ പേര് പേടിപ്പിക്കും. ഇന്നലെ ഞാൻ കണ്ടൊരു സാധന ഞാൻ എന്തിലോ ഇങ്ങനെ തൊട്ട് ഇതെന്താണെന്ന് എനിക്കറിയില്ല. അതിന് ശേഷം എനിക്ക് ചൊറിയുന്നു. ഇതെന്ത് സാധനം അറിയില്ല. തിരിയോ പൊന്നോ നീ ഇതെന്താ സാധന? ഇവിടെ മറ്റേ കൊതുക് തിരി ഇല്ലല്ലോ. ഇതെന്താ പിന്നെ എവിടെ നിന്ന് വന്നത്? ഇത് കൊതുക് തിരിയിൽ അതേ മണം. ഈ സാധനത്തെ തൊട്ടിട്ട് ഞാൻ മുഖത്ത് താക്കിയ ശേഷം കുറെ നേരം കൊണ്ട് ഞാൻ സംസാരത്തിൽ അറിഞ്ഞില്ല. ഇതെന്ത് സാധനം മണപ്പിച്ചോക്ക്? കൊതുക് തിരിയിൽ അതേ മണം ഇല്ലേ? ഇന്നലെ വാങ്ങിച്ചതാണോ? ഇന്നലെ നമ്മൾ മറ്റേ ഇവിടെ നിന്ന് വാങ്ങിച്ചേ ബാത്റൂമില്. ഇന്നലെ ഞാൻ കണ്ടതാട്ടോ. ഞാൻ ഒരിക്കലും ഇങ്ങനെ ഒരു വീഡിയോ ഇടണമെന്ന് ഒരിക്കലും ചിന്തിച്ചല്ല. പിന്നെ ഇന്ന് എനിക്ക് വന്ന ഒരു മെസ്സേജിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുത്തത്. എൻ്റെ ഒരു പ്രിയ സുഹൃത്ത്, 20 വർഷങ്ങളായിട്ട് അറിയാവുന്ന ഒരു സുഹൃത്ത് എനിക്ക് മെസ്സേജ് അയച്ചു, മോളെ എനിക്ക് അത്യാവശ്യമായിട്ടൊരു മെസ്സേജ് ഇടണം, ഫ്രീ ആണെങ്കിൽ. ഞാൻ അന്നേരം വന്നോണ്ടിരിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞു ഞാൻ വന്നിട്ട് മെസ്സേജ് ഇടാം. വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ മെസ്സേജ് ഇട്ടു, എന്തായിരുന്നു കാര്യം. അപ്പോൾ കാര്യം പറയല്ല ചെയ്തത്, കുറേ ഫോട്ടോസ് എനിക്ക് അയച്ചു തരിക ചെയ്തത്. ഞാൻ ആദ്യം എടുത്ത് നോക്കിയപ്പം ഇതെൻ്റെ ഫോട്ടോ ആണല്ലോ എന്ന് ചിന്തിച്ചു. ഞാൻ മൊത്തം വായിച്ചപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലായത്. ഏതോ ഒരു കലാവിരുതുള്ള കലാകാരൻ അവൻ എൻ്റെ ഫോട്ടോ എടുത്ത് അവൻ്റെ സ്കാനറും വെച്ചിട്ട് അവൻ ഫോട്ടോ എടുത്തിട്ടിട്ട് അവനാണോ അവളാണോ എനിക്കറിയില്ല, ഇവർക്ക് എന്താണോ ഇവർക്ക് പൈസയാണ് കിട്ടുന്നത്. ഇത് കണ്ടോ? സ്കാനറിനകത്ത് സംസാരിക്കാനോ എന്തൊക്കെയോ വീഡിയോസാണോ എന്താണെന്ന് ഞാൻ മൊത്തം നോക്കിയിട്ടില്ല. പക്ഷെ മിസ്യൂസ് ചെയ്യുകയാണെന്ന് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായി. ഇവരെ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ആ സ്കാനറിൽ ആൾക്കാർ പൈസ ഇട്ട് കൊടുക്കുന്നത് മനസ്സിലായി. ഞാൻ ഇതിനകത്തിൽ കൊടുക്കാം അവന്റെ പ്രൊഫൈലും
അവന്റെ അയച്ച മെസ്സേജുകളും. ഇത് കുറേയൊക്കെ ആൾക്കാർക്ക് ഇപ്പൊ എന്നെ വിളിച്ച സുഹൃത്തിനെ പുള്ളി എന്നോട് പറഞ്ഞു 100% ഞങ്ങൾക്കറിയാം ഇത് മോളല്ലെന്നറിയാം. നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് പേര് നമ്മളെ അറിയാവുന്നവർ വിശ്വസിക്കും നമ്മളല്ല ഇതെന്ന്. പക്ഷെ അറിയാൻ വയ്യാത്ത ഒരുപാട് മനുഷ്യരുണ്ട്. ആ മനുഷ്യരുടെ മുന്നിലെല്ലാം നമ്മള് വെറും ചീപ്പായിട്ടാണ് നമ്മളെ പ്രസന്റ് ചെയ്തത്. പക്ഷെ ഇവർക്കത് കംപ്ലൈന്റ് കൊടുക്കണമെങ്കിൽ അതിന്റെ ഇടയിൽ കൂടി പരസ്യം. ഒരു 2 സെക്കൻഡ് വീഡിയോയുടെ ഇടയിൽ കൂടി പരസ്യം എന്നുള്ളതാണ്. ആളോട് ഇത് ചെയ്യരുത്, മനസ്സിലായോ? വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ് ഈ ചെയ്തിരിക്കുന്നത്. 50ഓളം എന്റെ പേരിൽ തുടങ്ങിയ അക്കൗണ്ടാണ് ഞാനത് സൈബറുകാരെ കൊണ്ട് റിമൂവ് ചെയ്യിച്ചത്. ഇനി ഒരാളോട് ഇത് ചെയ്യരുത്. ചൊറിയാൻ പുഴുവല്ലേ, ഇവിടെ പുഴുവൊന്നുമില്ല, അത് ഞാൻ ഫ്ലാറ്റ് അല്ലേ. പിന്നെ അതിനകത്ത് കുറേ നെഗറ്റീവും പോസിറ്റീവായിട്ടുള്ള കമന്റുകൾ ഇട്ട ചേട്ടന്മാരോടും ചേച്ചിമാരോടും ആരാണെന്നോ എന്താണെന്നോ അറിയാതെ വളരെ വൾഗറായിട്ടുള്ള മെസ്സേജുകളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ വളരെ മോശമാണ്. നമ്മളാരും ആരെയും ജഡ്ജ് ചെയ്യാനായിട്ടില്ല. എന്തായാലും ഞാനല്ലത്, എൻ്റെ പേരിൽ ഏതോ ആരോ ചെയ്ത പണിയാണ്, എനിക്കറിയില്ല. താങ്ക് യു. നമസ്കാരം കൂട്ടുകാരെ. ഇത് ഇന്നലെ ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോഴത്തേക്ക് റാൻഡം ആയിട്ട് ഇങ്ങനെ ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്ത് കണ്ട ഒരു വീഡിയോ ആണ് ഇത്. 1-2 സൈബറിലും ഇത് തന്നെയാണ് അവർ പറയുന്നത്. 1-2-10 പേരും എല്ലാം ഡെയിലി കംപ്ലൈന്റുമായിട്ട് വരണം. പക്ഷെ അത് നിങ്ങളായതുകൊണ്ടും അല്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ ആകുമ്പോഴത്തേക്കും നിങ്ങൾ ഒരു 10 പേര് അറിയുന്നത് കൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും ഫോളോവേഴ്സ് ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് ഇത്രയും അല്ലെങ്കിൽ അതുകൊണ്ട് മാത്രമാണ് പബ്ലിക് ഫിഗറായിട്ട് നിൽക്കുന്നത് കൊണ്ടാണ് പെട്ടെന്ന് മനസ്സിലാവുന്നത്. ഇതുപോലെ മറ്റുള്ളവർ തിരിച്ചറിയപ്പെടാത്ത ഒരുപാട് പേരുടേത് വെച്ചിട്ട് ഇതുപോലെ സ്കാനറും കൊടുത്ത് ഇതുപോലെ നേരെ സ്റ്റോറിയിൽ ടെലഗ്രാമിന്റെ സ്നാപ്ചാറ്റിന്റെ ലിങ്കും കൊടുത്ത് അങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്ത് ഒരു പ്രാവശ്യമെങ്കിലും അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഇവരല്ല എന്ന് അറിയുമ്പോഴല്ലേ പിന്നെ ആ പൈസ കിട്ടിയല്ലോ. ഇപ്പം 350 അല്ലെങ്കിൽ 500, 600 വെച്ചിട്ട് 10 പേരാകുമ്പോൾ 6000 രൂപയായില്ലേ? പോലീസുകാർ പറയണതാ 6000 രൂപയായില്ലേ? ആ 6000 അവരില്ലെങ്കിൽ വേണ്ട, അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം പറയും. ഈവൻ ഇതിപ്പോ എനിക്ക് ഈ നമ്മുടെ ഇൻസ്റ്റയിലുള്ള ഒരുപാട് പേരാട്ടോ എനിക്ക് അയച്ചത്. എന്റെ വോയിസ് പോലും ഇത് ഞാൻ പുറത്താണ് വൺസായിട്ട് അയച്ചു കൊടുത്തത്. അതും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വൺസായിട്ട് ഞാൻ പുറത്താണ്, പിന്നെ വിളിക്കാം അല്ല പിന്നെ സംസാരിക്കാം എന്തോ പറഞ്ഞിട്ട് അയച്ചു കൊടുത്തത്രേ. പക്ഷെ വൺസായിട്ട് ആയതുകൊണ്ട് പുള്ളിയുടെ വേറെ ഫോണില്ലാത്തതുകൊണ്ട് അത് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ. ഇത് നേരെ വാട്സപ്പ് നമ്പറിലോട്ടാ പോകുന്നത്. ഇത് നേരെ വാട്സപ്പ് നമ്പറിലോട്ട്. എന്നിട്ട് ഞാൻ ചാറ്റ് ചെയ്തു. ഞാൻ ആ വാട്സപ്പ് നമ്പറിൽ ഞാൻ ചാറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ചാറ്റ് ചെയ്യുമ്പോ എന്നെ വീഡിയോ കോളിൽ തരാമെന്ന് പറഞ്ഞിട്ട് എനിക്ക് വലിയൊരു ലിസ്റ്റും അയച്ചത് എന്റെ അടുത്ത് ചാറ്റ് ചെയ്യുക. ഇവര് തന്ന ആ സ്കാനറിൽ ഞാൻ ഇതാക്കി ചൊറിയുന്നത് വേറൊന്നും അല്ലെങ്കിൽ ഇതെന്താണെന്ന് എനിക്ക് പിടുത്തില്ല. ഇത് പക്ഷേ ഈ സാധനമില്ലേ ഇത് മറ്റേ ഇതാ എന്താണ് പൊന്നെ, നീ ഇന്ന് ഇവിടെ വെച്ചിട്ടല്ലേ മറ്റേ ആ മൊസ്കിറ്റോന്റെ ആ ലിക്വിഡ് മാറ്റിയത്? അതിൻ്റെതാണ് ഈ സാധനം, അതിലുള്ളതാണ്. ഇത് അതിന്റെ ഈ മറ്റേ കൊതുകുതിരി, ഇവിടെ നമ്മൾ കൊതുകുതിരി വാങ്ങിക്കലില്ല. എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുക. കൊതുകുതിരി വാങ്ങിക്കലില്ല, മറ്റേ ലിക്വിഡാണ്. ഞാനും മെമ്പർഷിപ്പ് യൂട്യൂബ് ഫാനാണെന്ന്. നിങ്ങൾ ഏതാണ് മെമ്പർഷിപ്പ് എടുത്തതെന്നൊന്നും നോക്കുക കേട്ടോ. അതൊക്കെ ഫേക്ക് സ്കാം ആണെന്ന് എല്ലാവർക്കും അറിയില്ലല്ലോ. ഒരു പരിധിയുള്ളവർക്കൊക്കെ ഇതാക്കാം, അല്ലാത്തവർക്ക് എങ്ങനെ അറിയാൻ പറ്റും? ഫേക്ക് സ്കാം ആണെന്ന് അവർക്ക് അറിയില്ലല്ലോ. അപ്പൊ ചിലർ പറയും പൈസ ഉള്ളവരല്ലേ ഇതാക്കുന്നത്. അങ്ങനെയല്ല, അങ്ങനെ നമ്മൾ പറയരുത്. കാരണം ഇന്ന് മറ്റുള്ളവരാണെങ്കിൽ നാളെ നമുക്കും ഇത് വരാം. ഇപ്പൊ നമുക്ക് ഇഷ്ടമുള്ള ഒരാളിന്റെ ഇപ്പൊ ഒരു നടിയാവട്ടെ, നടനാവട്ടെ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആരെങ്കിലും ആവട്ടെ, നമുക്ക് അവരോട് ഇഷ്ടമുള്ളതുകൊണ്ടാണല്ലോ, എനിക്ക് വേണ്ട, അവരോട് ഇഷ്ടമുള്ളതുകൊണ്ടാണല്ലോ നമ്മൾ അവരുടെ ഇപ്പൊ ഇത് ഇതാക്കുന്നത്. കൈചെയിൻ പൊട്ടിപ്പോയി. കൈചെയിൻ ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ചു ഇത്രയും വർഷമായിട്ട് 5-6 വർഷമായിട്ട് അതൊന്നും സംഭവിക്കാതെ കിടക്കുന്നു. സാധാരണ അതുപോലെയുള്ള ടൈപ്പ് ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് ഡാമേജ് വരില്ല. അത് ചിന്തിച്ച് തീരണതിന് മുമ്പേ വാഷ്റൂമിൽ പോയപ്പോൾ വാഷ്റൂമിന്റെ ഹാൻഡിൽ ഇങ്ങനെ ഇരിക്കില്ല, അതിലോട്ട് കയറി ഇങ്ങനെ പിടിച്ച് ഞാൻ അറിയുന്നില്ല. ഞാനിങ്ങനെ ഇതായിപ്പോൾ വലിഞ്ഞിങ്ങ് പൊട്ടിയില്ല. ഇവിടെ ഇങ്ങനെ ഇരിക്കുന്ന കണ്ണിയൊന്ന് ജസ്റ്റ് ഒന്ന് ഇതായിപ്പോയി.
പൊട്ടി സയ്യിദലി സലാം ഇപ്പോ ആണ് മനസ്സിലായ ഫേക്ക് ആണെന്ന് പറഞ്ഞിട്ട് പൊട്ടിച്ചിരിക്കുന്നത്. ഇതിലിപ്പോ പൊട്ടിച്ചിരിക്കാൻ എന്താണുള്ളത്? ഇപ്പൊ ഞാൻ ഈ വരുന്ന ലൈവ് പോലും സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് ആ അപരാധം ചാനലിൽ ഏതോ അപരാധിക്കുണ്ടായ അപരാധി മോൻ കൊണ്ടിടും. ഒന്ന് നോക്കിക്കൊള്ളണം. ഞാൻ 2022 ഞാൻ ട്രാവൽ ചെയ്ത ആ വീഡിയോ പോലും എടുത്തിട്ട് ഇന്നലെ കൊണ്ടിട്ടു. കാരണം ഫുൾ ടൈം എന്റെ പ്രൊഫൈൽ തന്നെ പെറ്റ് കിടക്കാൻ. കാരണം വേറെ ഒരു ചൊരപ്പും ഇല്ല എന്നുള്ളതാണ് നിന്ന് ആലോചിക്കണം. എന്നിട്ട് അപ്പൊ ഞാനിപ്പോ കുറച്ച് ദിവസമായിട്ട് ട്രാവലിംഗിലാണല്ലോ. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് 2022 വീഡിയോ ഇന്നലെ കൊണ്ടിട്ടിട്ടുണ്ട്. സബില് പുതിയ ആൾക്കാർ കയറാൻ പറ്റില്ലെന്ന് എനിക്ക് അറിയില്ല. എനിക്കൊന്ന് ഓട്ടോ പേ ചെയ്യുന്നവർക്ക് മാത്രമേ ഇനി അതിൽ നിൽക്കാൻ പറ്റുന്നുള്ളതെന്നാണ് എൻ്റെ ഒരു നിഗമനം. മാഷെ ഏതാണ് ഒറിജിനൽ എന്ന് എങ്ങനെ അറിയാതിരിക്കും? 10 വർഷമായിട്ടുള്ള എൻ്റെ യൂട്യൂബ് ചാനല് ഈ 2,22,25,00,000 വ്യൂവേഴ്സ് ഉള്ള 2015 സ്റ്റാർട്ട് ചെയ്ത 85,000 സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനൽ കണ്ട ഇന്നലെ മുളച്ചൊരു ചാനലും ആകെ 7,000 പേരെയും കൊണ്ട് ഇന്നലെ മുളച്ച ചാനലും ഈ ഇത്രയും വർഷം പഴക്കമുള്ള ചാനലും കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ ഡിയർ? നിങ്ങൾക്ക് മനസ്സിലാവില്ലേ? ഞാൻ ഇട്ട ആ ഫേക്കാണ് എന്ന് പറഞ്ഞത് പോലും എടുത്തിട്ട് അതിൽ ഇട്ടു എന്നുള്ളതാണ്. ഞാൻ ഇൻസ്റ്റയിൽ വന്നിട്ടും യൂട്യൂബിൽ വന്നിട്ടും ഇത് ഫേക്കാണ്, ഇത് നിങ്ങൾ ചെയ്യരുത് എന്ന് പറഞ്ഞ സാധനം പോലും കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്തിട്ട് പേരും ചേഞ്ച് ചെയ്തിട്ട് അതിൽ കൊണ്ടിട്ടിരിക്കുന്നു. ഒരാളെ ഇതാക്കിയത് ഉണ്ടായ മുതലൊന്നുമല്ല അവനൊന്നും. വഴിയെ പോയ കണ്ടോര് മുഴുവൻ നമ്മുടെ ചിന്താചരവും പറഞ്ഞ കണക്ക് വഴിയെ പോയ അച്ഛനില്ലാത്ത സമയത്ത് ഇതുപോലെ കണ്ടോര് മുഴുവൻ പണി ഉണ്ടാക്കിയതാ. അല്ലാത്തവനൊന്നും ഇങ്ങനെ ചെയ്യത്തില്ല. ഇങ്ങനെയൊക്കെ ചെയ്യണേന് പിന്നെ ഇങ്ങനെയല്ലാതെ എന്താ പറയണ്ടേ നിങ്ങൾ പറയും? വെറുതെ ആവശ്യമില്ലാതെ അതിൽ വിളിക്കത്തൊട്ട് ഞാൻ സംസാരത്തിൻ്റെ എനിക്ക് ഈ കൈ ഇങ്ങനെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യാം എന്ന് പറയുന്നത് എന്തെങ്കിലും നേരത്തെ കംപ്ലൈന്റ് കൊടുക്കണ കാര്യം പറഞ്ഞില്ലേ, ഇതെല്ലാം ഞാൻ ഇതിന് ശേഷമാണ് ഞാൻ അറിയുന്നത്. നിങ്ങൾ പറഞ്ഞില്ലേ പോലീസുകാർ ചൊറിയോന്ന്. അങ്ങനെ പോലീസുകാർ ചൊറിയുന്നെങ്കിൽ നിങ്ങൾക്കൊരു വക്കീലിന്റെ അടുത്ത് പോയിട്ട്, ഇവിടെ നീരജ് എന്ന് പറയുന്ന ഒരു വക്കീലുണ്ട്, അതുപോലെ തന്നെ നിങ്ങൾക്ക് എത്ര അഡ്വക്കേറ്റ്സ് വേണം ഞാൻ പരിചയപ്പെടുത്തി തരാം. നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. പോലീസുകാരെന്ന് പറയുന്നത് നമുക്കൊരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ സൈബർ സിസ്റ്റം ഉള്ളത്, സൈബർ സെല്ലുള്ളത്, നമുക്ക് ഇതുപോലെ എന്തെങ്കിലും പ്രശ്നം വന്ന് സത്യം കുറേ തന്തയ്ക്ക് പറക്കാത്തവരുണ്ട്. പക്ഷേ ദയവായിട്ട് എന്റെ ഈ ഇൻസ്റ്റ എപ്പോഴെങ്കിലും ഹാക്കാവോ ഇനി എന്തെങ്കിലും ആവുകയോ ചെയ്യുകയാണെങ്കിൽ എന്റെ ഈ യൂട്യൂബ് ചാനൽ എപ്പോഴും ഉണ്ടാകുന്ന ഒരു സംഭവമാണ് കേട്ടോ. എപ്പോഴും ഉണ്ടാകുന്ന ഒരു സാധനമാണ്. നിങ്ങൾക്ക് പ്രൈവസി വയലേഷൻ പ്ലസ് സൈബർ ക്രൈം എന്നുള്ളൊരു ഇതില് നിങ്ങൾക്ക് നാഷണൽ സൈബർ ക്രൈം പോർട്ടലിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാം. ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് സെക്ഷൻ 354C കൊടുക്കാം, സെക്ഷൻ 509 കൊടുക്കാം. ഈ സെക്ഷൻ 354C എന്ന് പറയുന്നത് ഇന്ത്യൻ പീനൽ കോഡ് സെക്ഷനില് അക്കൗണ്ട് ഹാക്ക് ചെയ്യുന്നത്, പ്രൈവറ്റ് നമ്മളുടെ കണ്ടന്റ് ഷെയർ ചെയ്യുന്നത്, ലീക്ക് ചെയ്യുന്നത്, തേർഡ് പാർട്ടി ലീക്ക് ചെയ്യുന്നത് ഒക്കെയാണത്. തേർഡ് പാർട്ടി മിസ്യൂസിങ് ഒക്കെയാണ് അത് വരുന്നത്. പിന്നെ ഡാമേജ് കൺട്രോൾ പ്ലസ് ലീഗൽ ആക്ഷൻ അത് എടുക്കാൻ പറ്റും. പിന്നെ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് വെച്ചിട്ട് സെക്ഷൻ 67 ഉണ്ട്. ഈ 354C എന്ന് പറയുന്നത് നോൺ കൺസെൻഷ്വൽ ഷെയറിംഗ് ഓഫ് ഇന്റിമേറ്റ് കണ്ടന്റ്. അതിന് നിങ്ങൾക്ക് ഇത് കൊടുക്കാൻ പറ്റും. അൺഓതറൈസ്ഡ് റെക്കോർഡിംഗ് പ്ലസ് ഡിസ്ട്രിബ്യൂഷൻ. ഇപ്പൊ ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഒരു കണ്ടന്റ് എന്ന് പറയുന്നത് നമ്മളുടെ കണ്ടന്റ് ആണ്. അത് സിനിമ ആയാലും സീരിയൽ ആയാലും വെബ് സീരീസ് ആയാലും പ്രൈവറ്റ് കണ്ടന്റ് ആണെങ്കിലും റീൽ ആണെങ്കിലും എന്താണെങ്കിലും ശരി, നമ്മളുടെ കണ്ടന്റ് അത് നമ്മളുടെ മാത്രം കണ്ടന്റ് ആണ്. അത് വേറൊരാൾക്ക് നമ്മളുടെ പെർമിഷൻ ഇല്ലാതെ അത് ഒന്നും ഇതാക്കാൻ പറ്റില്ല. അത് ആരും മൈൻഡ് ചെയ്യാത്തത് കൊണ്ടും പേടിച്ചിട്ടും ഇതൊക്കെ കാരണമാണ് ആരും ഇതാക്കാതിരിക്കുന്നത്. ഇതാണ് വിത്തൗട്ട് മൈ കൺസേൺ
പ്രൈവറ്റ് ഇന്റിമേറ്റ് കണ്ടന്റ് ഈസ് ബീങ് സർക്കുലേറ്റഡ്, അത് ഇതാക്കാൻ പറ്റും. ത്രെഡ് പ്ലസ് അത് പിന്നെ നമ്മളെ ത്രെഡ് ഇത് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഒരുപാട് ത്രെട്ടനിങ് വരും. അപ്പം ഈ ത്രെട്ടനിങ് ചെയ്യണതിനും അതുപോലെ തന്നെ റിവെഞ്ച് ലീക്ക് ചെയ്യുന്നതിനും അതുപോലെ തന്നെ അതിനും ആക്ഷൻ കണക്ട് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. സെക്ഷൻ 503 ഉണ്ട്, 507 ഉണ്ട്. ഈ 503 എന്ന് പറയുന്നത് ത്രെട്ടനിങ്ങിനുള്ളതാണ്. അതുപോലെ തന്നെ വിക്ടിം ഹാരാസ്മെന്റ് ഉണ്ട്, പിന്നെ മാനനഷ്ടമുണ്ട്, അത് 499. ഇതെല്ലാം പോലീസ് ഇത് ഞാൻ ഇതുമായിട്ട് കേസുമായിട്ട് ഇത്രയും ദിവസം കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് 2-3 മാസമായിട്ട് കേസുമായിട്ട് മുന്നോട്ട് പോയപ്പോഴാണ് ഇതിന്റെ ഇത്രയും ലീഗൽ വശങ്ങളും ഇത്രയും കാര്യങ്ങളും പോലീസുകാരും ഇപ്പൊ ഈ അഡ്വക്കേറ്റ്സ് ഒക്കെ നമുക്ക് പറഞ്ഞു തന്നത്. ഇപ്പം SP ആവട്ടെ, അല്ലെങ്കിൽ ADGP സാർ ആവട്ടെ, അതല്ലെങ്കിൽ ഇപ്പം CI ആവട്ടെ, SI ആവട്ടെ, അല്ലെങ്കിൽ കോൺസ്റ്റബിൾസ് ആവട്ടെ, ഇവരെല്ലാവരും ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോഴാണ് ഇത്രയും കാര്യങ്ങൾ നമ്മൾ അറിയുന്നതും ഇതിന് ഇത്രയൊക്കെ പോസിബിലിറ്റി ഉണ്ട് എന്നുള്ളതും നമ്മൾ വെറുതെ ഇരിക്കേണ്ട ആവശ്യം ഇല്ല എന്നുള്ളത്. 100ഓളം സൈറ്റുകൾ അവരവിടെ നിന്ന് ഞാൻ കാണുന്നതാണ്. അത് ഇതാക്കുന്നത് മുഴുവൻ എനിക്ക് റിപ്പോർട്ട് അയച്ചു തന്നുകൊണ്ടേയിരുന്നു. ഡിഗ്നിറ്റി ഡാമേജിനും IT ആക്ട്, പിന്നെ ഹരാസ്മെന്റ്, അബ്യൂസീവ് വേർഡ്സ്, ക്യാരക്ടർ അസാസിനേഷൻ, ഇതെല്ലാം വെച്ചിട്ട് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും കേട്ടാ. കാരണം ഇപ്പൊ നേരത്തെ ഒരു പുള്ളിക്കാരി പറഞ്ഞിരുന്നു ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞത് കൊണ്ടാണ്. പുറകെ പോയാൽ പല ബുദ്ധിമുട്ടുകളും അനുഭവിക്കേണ്ടി വരും, അതുകൊണ്ടാണ് ആരും പോകുന്നില്ല. ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഇത് മുഴുവൻ ഇത്രയും വഷളാക്കുന്നത്. ഈ പുറകെ പോയി കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടുമില്ല. നിങ്ങൾ ഒരു 2-3 പ്രാവശ്യം ഒന്ന് ഫോളോ അപ്പ് ചെയ്യുക, ഇതാക്കുക അവർക്ക്. കാരണം നമ്മൾ അങ്ങനെ ഒരു കംപ്ലൈന്റ് കൊടുത്താൽ FIR ഇട്ടേ പറ്റൂ. FIR ഇട്ടില്ല എന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് വേറെ അഡ്വക്കേറ്റ്സിനെ വെച്ചിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. അത് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ FIR ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് ഒരു പ്രതിയെ കണ്ടെത്തിയേ പറ്റുള്ളൂ. നിങ്ങളെ കൊണ്ട് ഈ സമൂഹത്തിൽ എന്താ ഉപകാരം? നിന്നെ കൊണ്ട് എന്താടാ രജു ഇത് പാലക്കാരൻ നായിന്റെ മോനെ ഉപകാരം? എന്നെ കൊണ്ട് ഒന്നുമില്ലെങ്കിൽ ഒരു 10-250ഓളം പേര് വർക്ക് ചെയ്തൊരു കമ്പനിയുടെ ഒരു ഓണറായിരുന്നു ഞാൻ. ഈ 10-250ഓളം ഫാബ്രിക്ക ഹോസ്റ്ററി പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ടായിരുന്നു. ആ കമ്പനിയിലെ സ്റ്റാഫുകൾ എന്റെ സാലറി കൊണ്ട്, ഞാൻ കൊടുക്കുന്ന സാലറി കൊണ്ട് അവരുടെ ജീവിതമാർഗം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഒരുപാട് ഓർഫനേജുകളാണെങ്കിലും ഓൾഡ് ഏജ് ഹോം ആണെങ്കിലും ഞാൻ കൊടുത്ത 1 രൂപയെങ്കിലും 1 രൂപ അത് വെച്ചിട്ട് അവരുടെ അന്നം കഴിഞ്ഞു പോയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇത് 100 കണക്കിന് എടുത്ത് പറയാൻ അച്ഛൻ കോവില് മുള്ളുമല ആദിവാസി കോളനിയിലെ 90ഓളം ട്രൈബൽസിനോട് നീ പോയി ചോദിക്കേ, ജിപ്സ ബീഗത്തിന് അറിയോന്ന്, ചെയ്ത ഉപകാരങ്ങൾ എന്താണെന്ന് നീ പോയി ചോദിക്കേ. നീ ഇപ്പൊ ചോദിച്ചോളൂ. ഇതുപോലെ എണ്ണി പറയാൻ എനിക്ക് 100 കണക്കിനുണ്ടാ. നിന്നെ കൊണ്ട് 1 രൂപയുടെ ഒരു ഉപകാരം, ഒരു നേരത്തെ ഭക്ഷണം നിന്നെ കൊണ്ട് ആർക്കെങ്കിലും കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? നായിന്റെ മോനെ, ഉളുപ്പെന്ന് പറയുന്ന സാധനം ഉണ്ടോ? ഞാനത് BGM ഒന്നും കേട്ടിട്ട് ഞാൻ അതുപോലെ ഇതുപോലെ എടുത്തിട്ട് വീഡിയോസ് ആക്കിയിട്ടൊന്നും റീൽസ് ആയിട്ട് എടുത്തിട്ടിട്ടില്ല. 85.6K ഉള്ളതാണ് മാഷേ ഒറിജിനല്. അതാണ് ഒറിജിനല്, അത് മാത്രമേ ഉള്ളൂ ഒറിജിനല്. അവൻ ചത്തോ? നിന്നെ കൊണ്ട് ഈ സമൂഹത്തിന് എന്താ ഉപകാരം എന്ന് ചോദിച്ചാ? ഒരു മുകേഷും വൈഷ്ണവി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി പാതിരാത്രി എന്നെ വിളിച്ചപ്പോഴത്തേക്കും 2 മണിക്കോ 3 മണിക്കോ ഞാൻ ഇറങ്ങിപ്പോയി. അവളുടെ അമ്മായിയമ്മ അടിച്ച് മുഖം മുഴുവൻ പൊട്ടിച്ച് ആകെ ചോര ഒഴിപ്പിച്ച് ഇതാക്കിയ സമയത്ത് അവൾക്ക് CA വിളിച്ച് പറഞ്ഞു കേസ് എടുപ്പിച്ചു. ബാക്കി കാര്യങ്ങൾ മനുഷ്യാവകാശ കമ്മീഷൻ തൊട്ട് ബാക്കി കാര്യങ്ങൾ, വനിതാ കമ്മീഷൻ തൊട്ട് ബാക്കി കാര്യങ്ങൾ തൊട്ട് എല്ലാ കാര്യത്തിനും സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്നു ഞാൻ. എന്റെ കുട്ടി ഇപ്പൊ ഹോസ്പിറ്റലായപ്പോ ആ കുട്ടി എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, ചേച്ചി ഒറ്റയ്ക്കാണോ ഞാൻ വരട്ടേന്ന്. അതുപോലെ എണ്ണി പറയാം 100 കണക്കിന് സ്ത്രീകൾക്കും 100 കണക്കിന് ആണുങ്ങൾക്കും 100 കണക്കിന് കുടുംബങ്ങൾക്ക് എന്നെ കൊണ്ട് ഉപകാരം ഉണ്ടായിട്ടുണ്ടാ. ഇതൊക്കെ ചോദിച്ചു പറയിപ്പിച്ചതാ. നിന്നെ പോലൊരു തായോളി ചോദിച്ച് പറയിപ്പിച്ചതാ. ഞാൻ ഇതൊന്നും എവിടെ ഇട്ട് മാർക്കറ്റ് ചെയ്യാറില്ല, ഒരു സ്ഥലത്തും ഇട്ട് മാർക്കറ്റ് ചെയ്യാറില്ല. പലരുടെ ബിസിനസ്സിലോട്ട് ഞാൻ ലോൺ എടുത്തിട്ട് ഞാൻ KSF നിന്ന് ചിട്ടി പിടിച്ചിട്ട് ഞാൻ പ്ലെഡ്ജ് ചെയ്തിട്ട് പൈസ അങ്ങോട്ടേ ഉണ്ടാക്കിയിട്ടുണ്ടോ. അടുത്ത തായോളികൾ ഇപ്പൊ കൂട്ടത്തോടെ എനിക്ക് വേണമെങ്കിൽ ഇത് ഏതോ ലിങ്ക് എവിടെയോ കൊണ്ടിടുമ്പോഴത്തേക്കും വരണതാ. റിമൂവ് അല്ല, ബ്ലോക്ക് തന്നെ ഉള്ളൂ. ഇത്രയും നേരം ഒരു കുഴപ്പമില്ലായിരുന്നു. ഇപ്പൊ കുറെ തന്തയില്ലാത്തവന്മാർ ഒരു കൂട്ടത്തോടെ വന്നിട്ടുണ്ട്. അതിപ്പം എന്ന് വെച്ച് കഴിഞ്ഞാല് അത് പോലീസ് പറഞ്ഞൊരു കാര്യം, അതിന്റെ കാര്യം പോലീസ് പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മളിപ്പോ ഈ ലൈവിന്റെയോ അല്ലെങ്കിൽ നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെയോ അല്ലെങ്കിൽ നമ്മുടെ റീൽസിന്റെ ഇതിന്റെങ്കിലും ഏതെങ്കിലും ഇതേപോലെ തന്തയില്ലായ്മത്തരം കാണിക്കണവന്മാരുടെ മാത്രമായിട്ടുള്ള ഏതെങ്കിലും ഗ്രൂപ്പിൽ കൊണ്ടിടുമ്പോൾ അവിടെ നിന്നാണ് ഇതേപോലെ വരുന്നതെന്ന് വെച്ചാൽ ജീവിതത്തിൽ ഒന്നും ആവാൻ കഴിയാത്ത ഫ്രസ്ട്രേറ്റ് ആയിട്ടുള്ള കുറച്ചവന്മാര്. അതും പോലീസുകാർ പറഞ്ഞു. എല്ലാത്തിനും പോലീസുകാരുടെ കയ്യിൽ മറുപടി ഉണ്ട് എന്നുള്ളതാണ്.
നിനക്ക് മതിയായോ? നിനക്ക് വയറ് നിറഞ്ഞോ? നിനക്ക് ഇനിയൊന്നും അറിയണ്ടേ? ഇനി അറിയണോ നിനക്ക്? അവരെ ബ്ലോക്ക് ചെയ്താൽ പണി വരുമെന്ന്. എന്ന് വെച്ചാൽ എന്നെ ചീത്ത വിളിക്കണവരെ ബ്ലോക്ക് ചെയ്യാതെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കണമെന്നാണോ ഈ പറയുന്നേ? ഈ കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെയാണ് സാധാ ലൈവ് വരണതിന് പകരം ഈ സബിൽ മാത്രമേ ലൈവ് വരുന്നുള്ളൂ എന്ന് വിചാരിക്കാനൊരു കാരണം ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ്. കേരളത്തിൽ മാത്രമൊന്നും അല്ലടോ ബിനു ചേച്ചി, ഇങ്ങനെ കേരളത്തിൽ കുറെ എണ്ണം ഉണ്ട്. കേരളത്തിൽ മാത്രമൊന്നുമല്ല, എല്ലാ സ്ഥലത്തും ഉണ്ട് എന്ന്. മലയാളികളിലാണ് കുറെ തായോളികൾ ഉള്ളത്. അതാണ് കൂടുതൽ സത്യം, കൂടുതലുള്ളത്. ഇതിനെക്കാട്ടി അപ്പുറത്തുള്ളതെന്ന് ഇനി ഇറക്കാനില്ലല്ലോ എന്റെ അവിനാശേ. ഇതിനെക്കാട്ടി അപ്പുറത്തുള്ള എന്തെങ്കിലും ഇറക്കാനുണ്ടോ? തീ കുരുത്തത് വെയിലൊന്നും കണ്ടാ വാടൂല. അങ്ങനെയൊക്കെ ആണെങ്കിൽ വാടി എന്നോ പോണോരുന്ന്. പാവപ്പെട്ട ഈ 500 കഞ്ഞികളും ആയിട്ട് അത്രയും പട്ടിണിയും പരിവട്ടമായിട്ട് കിടന്ന രേണുസുതിയൊക്കെ ചില്ലറയൊന്നും അല്ലല്ലോ അവരാധിച്ച് തീട്ടം നിന്നത്. അതുപോലെയൊക്കെയുള്ള ആൾക്കാരെ പിന്നാലെ പോയിട്ട് ഭീഷണിപ്പെടുത്തിയിട്ട് ഇതാക്കിയിട്ടൊക്കെ ഓരോരുത്തന്മാർ വിചാരിക്കും എല്ലാവരും അതുപോലെ ആയിരിക്കും എന്ന് വിചാരിക്കും. ഏട്ടാവളിയൻസ് കേരളത്തിൽ ഇപ്പോൾ കൂടി മലയാളീസ് തന്നെ. പ്രജേഷ് ശിവ, ഹലോ ഡിയർ. ലോകത്ത് ഇതുപോലെ കുറെ ഉണ്ട്. പേപ്പട്ടികളെ ശരിക്കും ആരും അതിനെ വീണ്ടും പ്രോത്സാഹിപ്പിക്കില്ല. അതിനെ തല്ലി കൊല്ലാറാണ് എല്ലാരും ചെയ്യുന്നത്. അവൻ പോയോ? ചത്തോ? നിന്നെ കൊണ്ട് എന്ത് ഉപകാരം എന്ന് ചോദിച്ചവൻ ചത്തോ? നീ ചത്താടാ? ചേച്ചി ഇതൊക്കെ നോക്കാൻ നടന്നാൽ അതിനെ ടൈം കിട്ടുമോ? എടോ, എനിക്ക് എന്റേതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഞാൻ ഇതുപോലെ ഞാൻ പറഞ്ഞില്ലേ, എനിക്കൊന്ന് ബോറടിച്ചിരിക്കുമ്പോൾ ചുമ്മാ ഇരിക്കുമ്പോഴത്തേക്കാണ് ഇതാക്കുന്നത്. എനിക്ക് 100 കൂട്ടം കാര്യങ്ങൾ, 100 കൂട്ടം പരിപാടികൾ, 100 കൂട്ടം. ഞാനിപ്പോൾ പഠിപ്പിക്കാൻ കയറിയപ്പോൾ എനിക്കിപ്പോൾ അതിന്റെ ഇപ്പം നാളെ എനിക്കിപ്പോൾ ക്ലാസ് എടുക്കുമ്പോൾ എന്തൊക്കെയാണ് ഇനിയിപ്പോൾ നാളത്തെ എനിക്ക് ക്ലാസ് എടുക്കാനുള്ള കാര്യങ്ങൾ ഇപ്പം ഞാൻ കുറേ നാൾ വിട്ടു നിന്നതാ. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ, അത് മാത്രമല്ല ഞാൻ ചെയ്യുന്ന 100 കൂട്ടം സത്യമാണ്. ഒരു പട്ടിയുടെ വില പോലും അവനൊന്നും ആരും കൊടുക്കാറില്ല. ഇവനൊക്കെ ആരല്ലെങ്കിൽ ഒരു പട്ടിയുടെ വില കൊടുക്കുന്നേ? ഒരു പട്ടിയുടെ ഒരു പുഴുത്ത വേപ്പട്ടിയുടെ വില ഒന്നും ഇവനൊന്നുമില്ല. എന്റേതായിട്ടുള്ള 100 കൂട്ടം കാര്യങ്ങളുണ്ട്. അതിന്റെ ഇടയിൽ എപ്പോഴെങ്കിലും ഈ ഇൻസ്റ്റ പോലും ഞാൻ ഈ FBയിൽ എന്റേതായിട്ടുള്ള ആശയങ്ങളും എന്റേതായിട്ടുള്ള ഇതും ചെയ്യുമ്പോഴത്തെ മറുപടികളും നിലപാടുകളും രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് മാത്രം എടുത്തൊരു സാധനമാണ് ഈ FB എന്ന് പറയുന്ന സാധനം. ഈ ചേച്ചി ഇങ്ങനെ തെറി പറയല്ലേ, ഈ ഫേസിൽ നിന്ന് അത് കേൾക്കാൻ രസമില്ല. ഞാൻ മറ്റുള്ളവരെ രസിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല എൻ്റെ ഡിയർ ഞാൻ ഇരിക്കുന്നത്. ഞാൻ പേര് ഇതായിപ്പോയി. എനിക്ക് എൻ്റെ നിലപാടുകളും എനിക്ക് എൻ്റെതായിട്ട് രാഷ്ട്രീയമൊക്കെ ഞാൻ ഇതാക്കുമ്പോഴാണ്. ഇപ്പോൾ എക്സാമ്പിൾ നോക്ക് ചേച്ചി, വയനാട് ബ്ലോഗർ കേട്ടാൽ അറപ്പ് തോന്നും, അവൻ ശ്രദ്ധിക്കില്ല. പക്ഷേ അവരുടെ മുന്നേറ്റം കണ്ട് അവർ ബസ് അവർക്ക് സ്വന്തമാക്കി. ഇങ്ങോട്ട് വന്നാൽ അതിന് അതുപോലെ തന്നെ മറുപടി കൊടുക്കണം. അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ ഈ FBയും ഇൻസ്റ്റയും യൂട്യൂബിൽ നിന്നൊന്നും ഒന്നും കിട്ടിയിട്ടല്ല ഒരു കോപ്പുമായത്. അതുകൊണ്ട് എനിക്ക് എവിടെയെങ്കിലും കിടക്കുന്ന നായ്ക്കളുടെ നെഗറ്റീവ് കേൾക്കേണ്ട ആവശ്യവും എനിക്കില്ല. എനിക്കിപ്പോൾ ലക്ഷക്കണക്കിനും മില്യൺ കണക്കിനും 1 മില്യണുള്ള എൻ്റെ അക്കൗണ്ട് ഇതാക്കിയിട്ട് ഞാൻ എന്തെങ്കിലും മൈൻഡ് ചെയ്തോ? മാസങ്ങളോളം വർഷങ്ങളോളം ഞാൻ 8 മാസത്തോളം കൊണ്ട് ഞാൻ ഇതില്ലാതിരുന്നില്ലേ? ഞാൻ ഇതിൽ നിന്നും ഒരു കോപ്പും എനിക്ക് ഇതാക്കാനില്ല. ഞാൻ എന്താണോ ഞാൻ ആവേണ്ടത്, ഞാൻ എൻ്റെ ഒരു പ്രൊഫൈലും എൻ്റെതായിട്ടുള്ള ലൈഫും സെറ്റിലാക്കിയിട്ടാണ് ഞാൻ എപ്പോഴെങ്കിലും എൻ്റെ ഒരു ഫ്രീ ടൈം ഇതുപോലെയൊക്കെ ഇരിക്കുന്നത്. അല്ലാതെ ഇതുകൊണ്ട് എന്തെങ്കിലും ആയവളല്ല ഞാൻ. അതുകൊണ്ട് അതൊക്കെ കൊണ്ടുപോയിട്ട് ഉണ്ടാക്കി വെച്ചിരുന്നാൽ മതി. ഈ ഫേക്ക് കോളുകളോടായിട്ടോ കുറച്ച് നേരത്തെ എന്ത് രസമായിട്ട് നമ്മൾ ഇതാക്കി പോയതായിരുന്നല്ലേ. ഇതൊക്കെ തന്നെയാണ് വിഷയം. നമുക്ക് ഈ 85.6 അല്ലേ, വേറെ ആരും ഇപ്പൊ പറഞ്ഞിട്ടുണ്ടായിരുന്നു 85.6 ഉള്ള ഇതില്ലേ യൂട്യൂബ്,
ഇനി ലൈവ് എല്ലാം അതിൽ മാത്രമേ വരുന്നുള്ളൂ കേട്ടോ. അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും ഗുണമെങ്കിലും ഉണ്ടാവും. ഇതിൽ ലൈവ് വരണമെങ്കിൽ ഞാൻ ഇനി സബിൽ മാത്രമേ ലൈവ് വരുന്നുള്ളൂ. വിദ്യാഭ്യാസവും ഇല്ല, വിവരവുമില്ല, സംസ്കാരവുമില്ല. ആരെയും കയറിയിട്ട് എങ്ങനെയും ചൊറിയാം. മാന്ത് കിട്ടുമ്പോൾ കിടന്ന് മെഴുകുക, മോങ്ങുക. എന്തിനാടാ മലരുകളെ അങ്ങനെ ജീവിക്കുന്നത് തന്നെ? എന്തിന് ഫേക്കോളി ഇങ്ങനെ ജീവിക്കുന്നത്? നിന്നെയൊക്കെ പോലെയല്ല ഇതാ ഇത്രയും പേര്. അവർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ചൊറിച്ചിലുണ്ടോ? അവർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? നമുക്കൊരാളെ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അവരുടെ പിന്നാലെ നടക്കണ എന്തിനാടാ കഴിവേറ്? എന്താ പ്രജേഷ്, എന്തു പറ്റി? ആദി തെറിനോ സ്റ്റോ പ്ലീസ്. തെറി പറയേണ്ട സ്ഥലത്ത് തെറി പറയണ്ടേ? അല്ലെങ്കിൽ വീണ്ടും 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 വന്നിരുന്ന് ചൊറിയും. അതുകൊണ്ടാ. എന്റെ ബാറ്ററി ലോ ആണ്. മറ്റവൻ ചത്തെന്ന് തോന്നുന്നു കേട്ടോ. കുഴിമൂടി കുഴിച്ചിടാം. അവൻ പോയിന്ന് തോന്നുന്നു. അവൻ ചത്തു. അങ്ങനെ ഇതാക്കില്ലല്ലോ. കാരണം അവന്റെയൊക്കെ എന്താ പറയാ, കുഷ്ഠം പിടിച്ച മനസ്സ് 10 പേരുടെ മുമ്പിൽ കാണിക്കണമല്ലോ. അത് ഭയങ്കര എന്താണ് അവനൊക്കെ വിചാരിക്കണേന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് അത് ചെയ്യില്ലാന്നേ. ലൈവ് കാണാൻ ഇഷ്ടമില്ലെങ്കിൽ സ്ക്രോൾ ചെയ്തു അങ്ങനെ പോവില്ലല്ലോ. ഒരു പരിചയവുമില്ല. ആരാണെന്ന് എന്താണെന്ന് പരസ്പരം പോലും അറിയില്ല. എന്നാലും എന്തെങ്കിലും വൃത്തികേട് വന്ന് പറഞ്ഞിട്ട് ഒരു ഫേക്ക് ഐഡിയും കൊണ്ടുവന്നിട്ട് എവിടെയൊക്കെ ഫ്രസ്ട്രേഷൻ തീർക്കുന്നതാ. ഇപ്പോഴാണോ ഹെയർ നരച്ചിരിക്കുന്നത് കാണുന്നേ? എത്രയോ വർഷമായിട്ടുണ്ട്. എൻ്റെ 23ാമത്തെ വയസ്സ് തൊട്ട് ഈ ഹെയറിൽ അവിടെ ഇവിടെ ഓരോ വൈറ്റ് ഹെയർ ഉണ്ട്. സിൽവർ ഹെയർ, വൈറ്റ് അല്ല സിൽവർ ഹെയർ ഉണ്ട്. ഇപ്പോഴാണോ കാണുന്നത്? നല്ല രസമല്ല. 3 എണ്ണം ഉണ്ടായിരുന്നു. 2 എണ്ണം എങ്ങോട്ട് പോയിന്ന് അറിയില്ലേ. ഇതിൽ തന്നെ ഈ ഒരെണ്ണത്തിൽ കൂടി 3 എണ്ണം ഉണ്ടായിരുന്നു. അത് കൊഴിഞ്ഞു പോയി കൂടെ പോയത്. ഇത് ഒരെണ്ണം അല്ല, ഇത് 3 എണ്ണം അങ്ങനെ ഉണ്ടായിരുന്നു ഇതേപോലെ. ഇവിടെ ഉണ്ടായിരുന്നു. അവിടെ ഒരെണ്ണേ ഉള്ളൂ. അല്ലല്ലോ, ഇത്ര കണ്ടാ പോരാ. ഇങ്ങ് അറ്റം വരെ എത്തിയ ഏതോ ഒരെണ്ണം ഉണ്ട്. പക്ഷെ അത് എപ്പോഴും കാണത്തില്ല. ഇങ്ങനെ ഭയങ്കര മറ്റേ അമൃത സുരേഷൊക്കെ മറ്റേ ഇതാണോന്ന് അറിയില്ല. അറ്റം വരെ എത്തിയതാണ്. അയ്യോ പോയി ഒരെണ്ണം. മറ്റേ അമൃത സുരേഷും മറ്റേ ഇതൊക്കെ നമ്മളുടെ മറ്റേ ഇങ്ങനെ ഹൈലൈറ്റ് ആക്കിയിട്ട് സിൽവറൊക്കെ ആക്കി ഇടത്തില്ലേ? നിങ്ങൾ നരച്ച മുടിയിൽ അങ്ങനെ ചെയ്തേണോന്ന് എനിക്ക് അറിയത്തില്ല. അതുപോലെ ഒരൊറ്റ എണ്ണം ഇങ്ങനെ നിൽക്കുമ്പോഴത്തേ അതിങ്ങനെ തിളങ്ങു വരുന്നു ഭയങ്കരമായിട്ട്. അത് ശരിക്കും നര അല്ല കേട്ടോ, സിൽവർ കളറിൽ. അത് മറ്റേ സാധാരണ ആൾക്കാരുടെ നരയായിട്ടല്ല കാണുന്നത്. ഭയങ്കരമായിട്ട് ഗ്ലേസിങ്. ആ ഹെയറിന് ഭയങ്കര ഗ്ലേസിങ്ങാ. സിൽവർ കളറിലത് ഇല്ലേ? അത് മാത്രം ഇങ്ങനെ എടുത്ത് കണ്ടോ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുകയും ചെയ്യും. രസമല്ലേ അത്? ഈ പ്രായത്തിലൊക്കെ അതൊക്കെ അങ്ങനെ, ഈ പ്രായത്തിലല്ലേ, ഇതിനെക്കാട്ടി ഒരു 5-6-7 വർഷത്തിന് മുമ്പേ ഇതൊക്കെ ഇതുപോലെ ഇപ്പൊ ഇങ്ങനെ വിസിബിൾ ആവുന്ന സമയത്ത് ഇങ്ങനെ കാണിക്കാൻ ധൈര്യമുള്ള എത്ര പേരുണ്ട്? മുടി മുഴുവൻ നരച്ച് കുമ്മിയിട്ട് പോലും ആൾക്കാർക്ക്, അത്രയും പ്രായമായിട്ട് നരച്ചവർക്ക് പോലും ഇതൊക്കെ പുറത്ത് കാണിക്കാൻ ഭയങ്കര മടിയാ. പാവക്കുട്ടിയല്ല, മനുഷ്യന്മാരാണ്. അപ്പം നമ്മുടെ വൈറ്റമിൻസും മിനറൽസും കുറയണതിനനുസരിച്ച് ഇതുപോലെ പല കാര്യങ്ങളും കാണും. വൃത്തികേടായിട്ട് വരാതെ നല്ല ഭംഗിയിൽ വരണേ എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ അങ്ങനെ കെമിക്കലുകളൊന്നും ജീവിതത്തിൽ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. അത് കാരണമാണ് ഞാൻ അതിനൊന്നും പണ്ട് എനിക്ക് കുഞ്ഞിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ എപ്പോഴും പോകരുതെന്നോ എന്തുപാടെ ഈ പറയുന്നത്. അതിന് ഡസ്റ്റ് അലർജി ആയിട്ട് ശ്വാസകോശം മുഴുവൻ ഈ പൊടി ശ്വസിച്ചിട്ട് അതിന്റെ ശ്വാസകോശം ചുരുങ്ങി ശ്വാസം കിട്ടാതായാൽ പിന്നെ ഹോസ്പിറ്റലിൽ പോകണ്ടേ? വീട്ടിൽ കിടന്ന് മരിക്കട്ടെ എന്ന് വിചാരിക്കണോ? എന്തൊക്കെയാണ് ഈ പറയുന്നത്?
ഒരു കഫക്കെട്ട് വന്നോ പനി വന്നിട്ടോ പോയതല്ല. പൊടി മുഴുവൻ, അത് പഴയ വീട് 10,000 സ്ക്വയർ ഫീറ്റിന്റെ എനിക്കൊണ്ട് 5 ബെഡ്റൂമും 6-7 ബാത്റൂമും 3-4 ഇതൊക്കെ ഉള്ളൊരു വീടാണ് എൻ്റെ കുടുംബ വീട്. അപ്പം അവിടെ ആരും ഉണ്ടായിരുന്നില്ല. മമ്മിയും അനിയത്തിമാരും ഒരാളും ഉണ്ടായിരുന്നു. എൻ്റെ മോളും ഗ്രാൻഡ്മായും മാത്രമേ എൻ്റെ വീട്ടിൽ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് സിസ്റ്ററിന്റെ കല്യാണത്തിന് എനിക്കൊണ്ട് ഒരാഴ്ച കൊണ്ട് മുമ്പാണ് അവരെല്ലാം നാട്ടിലോട്ട് തന്നെ വരുന്നത്. സിസ്റ്റർ ഉൾപ്പെടെ എല്ലാവരും നാട്ടിലോട്ട് പോലും വരുന്നത്. അപ്പം പണിക്കാരെ മാത്രം ഏൽപ്പിച്ചു. അവരും ഈ ഗ്രാൻഡ്മായും പൊന്നും മാത്രമാണ് ഉണ്ടാവുക. എവളും കൂടി വൈകുന്നേരം ചെന്നിട്ട് ഈ 9 മണിക്ക് ക്ലാസ്സും കഴിഞ്ഞ് ചെന്നിട്ടാണ് ഈ പൊടി മുഴുവൻ തിന്ന് 1 മാസത്തോളം ആ പൊടി തിന്നിട്ട് വന്നതാണ്. ആ ശ്വാസകോശം ചുരുങ്ങിപ്പോയി. അപ്പൊ അത് ഹോസ്പിറ്റലിൽ കാണിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾ എന്തി പറയുന്നത്? ശ്വാസം കിട്ടാതെ വന്നാൽ മരിച്ചു. ഡോക്ടർ തന്നെ പറഞ്ഞു, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് കൊണ്ടുവന്നില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ ഒരു കാരണം മതി എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അല്ലാതെ ദൈവം സഹായിച്ചൊരു മാരക അസുഖങ്ങളും 1.25 കിലോയിൽ പ്രസവിച്ചു എന്നുള്ളതല്ലാതെ, കുഞ്ഞു ഇതായിരുന്നു എന്നുള്ളതല്ലാതെ കാരണം ഈ ഇലക്ട്രിക് എനിക്ക് തോന്നുന്നു 10-23 വർഷങ്ങൾക്ക് മുൻപേ, 23 ഞാൻ 5-ലോ ഞാൻ ചെറിയ കൊച്ചായിരുന്നപ്പോൾ ഉണ്ടാക്കിയ വീടാണ് ആ വീട്. അപ്പോൾ അന്ന് പെയിന്റ് അടിച്ചതാണ്, അന്ന് വയറിങ് ചെയ്തതാണ്. ബാക്കി എല്ലാ വർക്കും അന്ന് എന്താണോ ചെയ്തിട്ടുണ്ട് അതല്ലാതെ അതിലൊന്നും ചെയ്തില്ല. കാരണം ഇവരാരും നാട്ടിലില്ല എന്നുള്ള കാരണം കൊണ്ട് അതൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഈ റിനോവേഷൻ നടക്കുന്ന സമയത്ത് ഇലക്ട്രിക് വർക്കുകളെല്ലാം കാരണം കുറെ ട്രിപ്പ് ആവുന്നുണ്ട്, കുറെ വെള്ളം ഇതായിട്ട് എർത്ത് ലീക്ക് വരുന്നുണ്ട്, അങ്ങനെ കുറെ പ്രശ്നം ഉണ്ടായപ്പോൾ അത് മുഴുവൻ പിന്നെ പുട്ടി പെയിന്റിങ് അതിന്റെ ബാക്കി കാര്യങ്ങൾ പിന്നെ ഇതേപോലെ തന്നെ ഈ ഇടിച്ച് പൊട്ടിച്ച് വരുമ്പോഴത്തേക്ക് കിടക്കുന്ന വീടും കൂടിയല്ലേ. അപ്പൊ ഇതെല്ലാം ഉള്ളിൽ കയറിയിട്ട് ഈ പൊടി മുഴുവൻ ഉള്ളിൽ കയറിയിട്ട് വന്ന പ്രശ്നമാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. അങ്ങനെ വന്ന പ്രശ്നമാണ്. അതിൻ്റെ ഇടയിൽ കൂടെ ഓവർ ടെൻഷൻ കൂടിയിട്ട് PCOSന്റെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെറിയ കൊച്ചായതുകൊണ്ട് വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ട്രിപ്പ് ഇടുക, അതിൽ കൂടി മരുന്ന് കൊടുക്കുക എന്നുള്ളതല്ലാതെ അതും ഇതും കൂടെ ഒരുമിച്ച് വന്നപ്പോൾ ഉള്ള ബുദ്ധിമുട്ട്, അല്ലാതെ അവർക്ക് വേറെ ഒരു കുഴപ്പവും ഇല്ല. ഒരുപാട് പേര് ചോദിച്ചു എന്താ പ്രശ്നമെന്ന്. അസുഖം വന്നാൽ നമ്മൾ ഹോസ്പിറ്റലിൽ പോകണം, പ്രത്യേകിച്ച് ഇതുപോലെ അലർജി മറ്റതൊക്കെ വന്നു കഴിഞ്ഞാൽ. അല്ലാതെ ഞാനൊരു തുമ്മപ്പനിക്കോ ഒരു കഫക്കെട്ടിനോ അല്ലെങ്കിൽ ചെറിയൊരു മേലുവേദനയ്ക്കോ ഒന്നും ഞാൻ പോവാറില്ല. ഞാൻ കൂടുതൽ ആയുർവേദം നോക്കുന്ന ഒരാളാണ്. അതുപോലെ ചുക്കാപ്പി മറ്റതും മർഷതും ഒക്കെ ഇതാക്കി നോക്കുന്ന ഒരാളാണ് ഞാനാണെങ്കിൽ പോലും. പൊന്നിപ്പം മേടിക്കുകയാണ്. പക്ഷെ ഇവിടെ ഇരുന്നുണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ആവാൻ ഞാൻ സമ്മതിക്കില്ലായിരുന്നു. കാരണം അവളെ അത്രയും ഞാൻ കെയർ ചെയ്തിട്ട് അന്നോട്ട് ഇന്ന് വരെ ഞാൻ അത്രയും കെയർ ചെയ്തിട്ടാണ് കൊണ്ട് നടന്നതും അത്രയും. അതുകൊണ്ട് തന്നെ ഇനി എങ്ങോട്ടും ഞാൻ എന്ത് കാരണം വന്നാലും, അതിന് പഠിത്തം ഇല്ലാതായി പോയാലും വിദ്യാഭ്യാസം കിട്ടിയാലും ഒന്നും ആയാലും ഇനി ഞാൻ മാറ്റി നിർത്താനേ പോകുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിങ്ങനെ അന്ന് തൊട്ട് ഇന്ന് വരെ ഒരു 1.25 കിലോയിലുണ്ടായൊരു കുഞ്ഞ് ഇത്രയും ആക്കി എടുത്തിട്ടുണ്ടെങ്കിൽ, സ്പീച്ച് പോലും ഇല്ലാത്ത കുട്ടി 4 ലാംഗ്വേജ് സംസാരിക്കുന്നുണ്ടെങ്കിൽ, അത്രയും ഞാൻ അവൾക്ക് വേണ്ടിയിട്ട് സാക്രിഫൈസ് ചെയ്തിട്ടാണ്. അവന്റെ അമ്മയും പെങ്ങളും ഇട്ടിട്ടുണ്ടാവൂല, അതുകൊണ്ടാവും മറ്റുള്ളവരോട് ചോദിക്കുന്നേ. ഞാൻ സംസാരിച്ചോണ്ടിരിക്കണേ പോയത് കൊണ്ടാ ബ്ലോക്ക് ചെയ്യാൻ വിട്ടുപോയി. എടാ അവന്റെ പേരെന്തായിരുന്നടാ? സ്പോട്ടിൽ ബ്ലോക്ക് ചെയ്യുക, അതല്ല വേറെ ഇതൊന്നുമില്ല. സ്പോട്ടിൽ ബ്ലോക്ക് ചെയ്യുക. കാര്യങ്ങൾ 7:45 കാര്യങ്ങളൊക്കെ ഇതായി. എനിക്കിനി ഡിന്നർ ഉണ്ടാക്കണം. അടിച്ചു വരലൊക്കെ ഇപ്പോൾ പൊന്നു ചെയ്യും. അവൾക്ക് ഈ പൊടിയിൽ അലർജി ഉള്ളതുകൊണ്ട്, എനിക്ക് പിന്നെ പൊടിയിൽ അലർജി ഇല്ലാത്തതുകൊണ്ടല്ല, പക്ഷേ ഈ ഇന്ത്യയിലെ വർക്കും മറ്റേ PWDയുടെ വർക്കൊക്കെ ചെയ്യുന്ന സമയത്ത് അതിലിങ്ങനെ ഇതാക്കി ആ പ്ലൈവുഡ് ഫാക്ടറിയിലൊക്കെ ഇതാക്കിയപ്പോഴത്തേക്കും അത് കയറി യൂസ്ഡ് ആയി എന്ന് തോന്നുന്നു. ഹലവേനായിരുന്നു. എത്ര വയസ്സായി ചേച്ചി? എന്നിട്ട് വേണം വയസ്സറിഞ്ഞിട്ട് നാളെ തൊട്ട് എടി പൊടിയെന്ന് വിളിക്കാനല്ലേ? അത് വേണ്ട. നിങ്ങൾക്ക് എത്രയാണോ കൂട്ടാൻ തോന്നണം അത്രയെങ്കിൽ നിങ്ങൾ കൂട്ടിക്കോളൂ. നിങ്ങൾക്ക് എത്രയാണോ ഇതാക്കണം. വയസ്സ് എത്രയായാലും എന്താ, ചേച്ചി എന്ന് വിളിക്കണം, ചേച്ചി എന്നുള്ള വിളി അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. എനിക്കതാ ഇഷ്ടം. എന്നെ അറിയുന്നവർക്കറിയാം എൻ്റെ പ്രായം എന്തെന്ന്. ടീഷർട്ട് സൂപ്പർ. ഇത് എത്ര വർഷമായി? 8 വർഷമുണ്ട്. 8 10 വർഷമായിട്ടുണ്ടാവണം. ഇത് ലീ കൂപ്പർ. അതുകൊണ്ടാട്ടോ ലാസ്റ്റ്. പിന്നെ ഞാൻ ഹാൻഡ് വാഷ് ചെയ്യലല്ല. ലീ കൂപ്പറിന്റെ ഇതാ, നല്ല ടീഷർട്ടാണ്.
അപ്പൊ ശരി മക്കളെ, ബൈ 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 ബൈ. ഗുഡ് നൈറ്റ് സ്വീറ്റ് ഡ്രീംസ്. ബൈ. ഉറങ്ങുന്നത് കൊണ്ടാട്ടോ അപ്പൊ കണ്ണ് നല്ല ഗ്ലേസിങ് ഉള്ളത്. മറ്റതെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണൊരുമാതിരി ചത്ത കണക്കിരിക്കും, കണ്ണിനൊരു ജീവൻ ഇല്ലാത്ത കണക്കിരിക്കും വരുന്നത്. ഇപ്പൊ ഉറക്കം കറക്റ്റ് ആയപ്പോഴത്തേക്കുമാണ്. പിന്നെ ടെൻഷനുണ്ട്, ടെൻഷൻ ആവശ്യമുള്ള കാര്യത്തിനുണ്ട്, അനാവശ്യ കാര്യത്തിന് അതിൽ കൂടുതലുണ്ട്. ലവ് യു ടു ബേബിക്ക 169 ലവ് യു ടു. ഇനി കുറച്ചു നേരം ഇല്ല ഡിയർ, ഓവർ ആയിക്കഴിഞ്ഞാൽ അധികമായാൽ അമൃതും വിഷമാണ്. കൊച്ചിയിൽ ദ പുട്ടിൽ ഹോട്ടലിൽ വന്നിരുന്നില്ലേ? എനിക്ക് തോന്നണം ഞാൻ ദ പുട്ട് ഹോട്ടലിൽ ഒരു 8 വർഷം 8-9 വർഷങ്ങൾക്ക് മുമ്പ് എനിക്കൊന്ന് തുടങ്ങിയ സമയത്ത് അപ്പോഴാണ് ഞാൻ ജസ്റ്റ് ഒരു പ്രാവശ്യം വന്നിരുന്നു എന്നുള്ളതല്ലാതെ. അന്ന് നാദർഷക്ക് ഉണ്ടായിരുന്നു, നാദർഷക്കാനെ കണ്ടു, നാദർഷക്കാരുടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അങ്ങനെ നാദർഷക്കാനെ കാണാൻ വേണ്ടിയിട്ട് വന്നു, ഫുഡ് കഴിച്ചു, പോയി. 8-9 വർഷമായിട്ടുണ്ടാവും. ഞാൻ ഈ അടുത്ത സമയത്തൊന്നും വന്നിട്ടില്ല. എന്നെ പോലെ ആരെങ്കിലും കണ്ടോ? ഞാൻ 8-9 വർഷമായി അവിടെ. എനിക്കൊന്ന് അത് എന്നാണ് തുടങ്ങിയത്? ബാലവേലയ്ക്ക് നിന്റെ പേരിൽ കേസ് എടുക്കും, പൊന്നുവിനെ കൊണ്ട് ജോലി ചെയ്യിച്ചു എന്നറിഞ്ഞാൽ. ഞാൻ മരിച്ചു പോയാൽ നിങ്ങളാരും വന്ന് നോക്കുമോ എൻ്റെ പൊന്നുവിനെ? അവളുടെ കാര്യങ്ങൾ, ഒരു പെൺകുട്ടിയാണെങ്കിലും ആൺകുട്ടിയാണെങ്കിലും സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കാൻ, സ്വന്തമായിട്ട് ഭക്ഷണം പാചകം ചെയ്യാനാണെങ്കിലും, പാത്രങ്ങൾ അവൾ കഴിക്കുന്നതും അവളുടെ ആവശ്യത്തിന് ഉണ്ടാക്കുന്ന ഫുഡിന്റെ പാത്രങ്ങൾ കഴുകാനാണെങ്കിലും, തൂക്കാനാണെങ്കിലും, തുടയ്ക്കാനാണെങ്കിലും, പാത്രം കഴുകാനാണെങ്കിലും, അവളിടുന്ന വസ്ത്രങ്ങൾ കഴുകാനാണെങ്കിലും, അത് അവളാണെങ്കിലും അവനാണെങ്കിലും സ്വന്തമായിട്ട് പഠിച്ചിരിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് കാരണം മനുഷ്യന്റെ അവസ്ഥയാണ്. ഞാൻ ഇന്ന് രാത്രി കിടന്നുറങ്ങി, നാളെ നേരം വെളുക്കുമ്പോൾ എണീക്കോ ഇല്ലേന്നൊന്നും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവനവന്റെ കാര്യങ്ങൾ അവനവൻ നോക്കാൻ പ്രാപ്തി ഉണ്ടാവണം. കുഞ്ഞിലെ തൊട്ടേ ഞാൻ അവളെ അങ്ങനെയാണ് ശീലിപ്പിച്ചത്. എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ കെട്ടിച്ചു വിടുന്നവരെ എനിക്ക് ഇതിങ്ങനത്തെ ഒരു കാര്യവും അറിയേണ്ട ആവശ്യമില്ല. കാരണം വീട്ടിലാണെന്നുണ്ടെങ്കിൽ ഗ്രാൻഡ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ വീട്ടിൽ കുറേ അമ്മമ്മമാരും അവരും ഇവരൊക്കെ ഹെൽപ്പ് ചെയ്യാനൊക്കെ ഉണ്ടാവുമായിരുന്നു വീട്ടിൽ. പല കാര്യങ്ങൾക്കാണെങ്കിലും ഇപ്പോൾ ഗൾഫിലാണെന്നുണ്ടെങ്കിൽ എൻ്റെ മമ്മി ഉണ്ടായിരുന്നു. പുള്ളിക്കാരിക്ക് വേറെ ജോലിക്കൊന്നും ഉള്ള ജോലിയൊക്കെ കളഞ്ഞിട്ട് ഇന്നത് കാരണം അതുകൊണ്ട് പുള്ളിക്കാരിക്ക് വേറെ പണിയൊന്നും ഉണ്ടല്ലോ. പുള്ളിക്കാരി ഇരുന്ന് നമ്മളുടെ ഇന്നർവെയർ ഉൾപ്പെടെ കഴുകി തന്നുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ഇപ്പം മാമച്ചിമാരുടെ വീട്ടിൽ ഞാൻ ഇതുപോലെ വെക്കേഷനൊക്കെ ഒരു മാസമൊക്കെ പോയി നിൽക്കുമ്പം അവിടെയും സെർവൻ്റ് ആരെങ്കിലുമൊക്കെ ഹെൽപ്പിന് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഒരു സ്ഥലത്ത് നമുക്ക് കല്യാണം കഴിക്കുന്നത് വരെ ഇങ്ങനത്തെ ഒന്നും ഇങ്ങനെ ഒരു സംഭവവും അറിഞ്ഞിട്ടില്ല. കാരണം അവർ 16-17 വയസ്സുള്ളൊരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒന്നും അറിയേണ്ട ആവശ്യമില്ല. നേരെ രാവിലെ ഒരുക്കിയിട്ട് സ്കൂളിൽ പോകുന്നത് തിരിച്ചു വരുന്നു, അത്ര ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അതിനുശേഷം എനിക്കൊരു ബാലികേല കയറാൻ മല പോലെയായിരുന്നു. ഒരു സാലറി കൊടുക്കാത്ത വേലക്കാരി പോലെ. പക്ഷെ അപ്പോഴും എനിക്ക് ഒരു മടിയും ഇല്ലാതെ ഞാൻ എല്ലാം ചെയ്യും. എനിക്ക് അറിയുന്ന അറിയാത്തൊക്കെ ഞാൻ അവിടെ ചെയ്യുമായിരുന്നു. കാരണം നമ്മളെ പേരിൽ ഒരിക്കലും ഒരു മോശം ആരും പറയരുത് എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ എൻ്റെ പൊന്നുവിനെ ഞാൻ അങ്ങനെ വിട്ടുകൊടുക്കില്ല കേട്ടോ. അങ്ങനെ കണ്ടവരുടെ വീട്ടിലെ അവളുടെ കാര്യങ്ങൾ നോക്കാനും, അല്ലെങ്കിൽ അവളെ സ്നേഹിക്കുക, അല്ലെങ്കിൽ അവളെ ആശ്രയിച്ച് ജീവിക്കുകയും ചെയ്യുന്നവരുടെ കാര്യങ്ങൾ നോക്കാൻ അവൾ പ്രാപ്തി ഉണ്ടാവണം എന്നുള്ളതല്ലാതെ ഒരു വേലക്കാരിയെ പോലെ അവളെ ട്രീറ്റ് ചെയ്യാൻ ഞാൻ ഒരു സ്ഥലത്തും വിട്ടു കൊടുക്കൂല. അവൾക്ക് നേരെ ഒരു മോശമായിട്ടൊരു നോട്ടോ ഒരു പ്രവൃത്തിയോ ഒരു വിരൽ പോലും ചൂണ്ടാൻ ആരെയും ഞാൻ അനുവദിക്കില്ല. വിരൽ ഞാൻ വെട്ടിയെടുക്കും, കണ്ണ് ഞാൻ കുത്തിപ്പൊട്ടിക്കും. പിന്നെ അമ്മ എന്ന് പറഞ്ഞ് ഞാൻ ജീവിച്ചിരിക്കുന്നതിൽ എന്താണ് കാര്യം? എന്താണ് കാര്യം? എനിക്ക് ആദ്യമേ തന്നെ എല്ലാവരും ചെയ്യും പോലെ കുട്ടി ആരുടെയെങ്കിലൊക്കെ അങ്ങ് ഏൽപ്പിച്ചു കൊടുത്തിട്ടും അല്ലെങ്കിൽ ഇതാക്കിയിട്ടും ഒക്കെ എനിക്ക് അങ്ങ് എൻ്റെ ഇതിനനുസരിച്ച് പോയാൽ പോരായിരുന്നു. അപ്പം ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എന്നെ എന്തെങ്കിലും പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ സഹിച്ചു തരും. പക്ഷെ എൻ്റെ കുഞ്ഞിനെ എന്തെങ്കിലും രീതിയിൽ ഏതെങ്കിലും തരത്തിൽ പറഞ്ഞാൽ ഞാൻ IP അഡ്രസ്സ് കണ്ടുപിടിച്ച് വീട്ടിൽ കയറി വന്നിട്ട് ഞാൻ എനിക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്നത്, ഒരു മനസാക്ഷി ഉണ്ടാവൂല എനിക്ക്. ശരി ഗെയ്സ്, ബൈ. ഞാൻ ഇന്നുവരെ എൻ്റെ ഒരു പ്രൊഫൈലും അല്ലെങ്കിൽ എൻ്റെ ഒരു പേജോ എൻ്റെ യൂട്യൂബോ എൻ്റെ FBയോ എൻ്റെ ഇൻസ്റ്റയോ ഒന്നും ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോ സബ്സ്ക്രൈബ് ചെയ്യാനോ ഒന്നും ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല, ആരോടും പറയാറുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ, നിങ്ങൾക്കത് വർത്താൻ തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കതൊരു എൻജോയ്മെന്റും എന്റർടൈൻമെന്റും ആണ് എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളത് ചെയ്താൽ മതി. ഇത് ഞാൻ ഇങ്ങനെയൊക്കെയാണ്, എനിക്ക് ഇങ്ങനെയൊക്കെ മുന്നോട്ട് പോകാൻ പറ്റും, ഇങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഞാൻ ആയി പോവില്ലേ? പിന്നെ എൻ്റെ തുണിയുടെ നീളം നോക്കി എന്നെ അളക്കാൻ ആരും വരണ്ട. എന്നെ അളക്കാനുള്ള അളവ് പോലും ആരുടെയും കയ്യിലില്ല. അതുകൊണ്ട് തന്നെ
കാരണം ഈ ഒരു 1% ഫേക്ക് കോളികൾ അല്ലെങ്കിൽ കാരണം എൻ്റെ ഈ 99% നല്ല ആൾക്കാരും ഇതൊക്കെ കേൾക്കേണ്ടി വരണമല്ലോ എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് സങ്കടം. ഫുള്ള് കോസ്റ്റ്യൂം ഒന്നും കാണിക്കാനില്ല. അത് കാണിച്ചിട്ട് വേണം അത് ഇന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ആ സാധനത്തിന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് തമ്പനയിലാക്കിയിട്ട് മറ്റവൻ അപരാധിക്കാൻ കൊടുക്കാൻ. ആദ്യം അവനെ ഒന്ന് പൊക്കട്ടെ. അപ്പൊ ശരി ശരി ശരി, ബൈ 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 ബൈ. ഗുഡ് നൈറ്റ് സ്വീറ്റ് ഡ്രീംസ്. വരാട്ടോ, ഇടയ്ക്കിടയ്ക്ക് വരാം. അറബിയുടെ ഫോട്ടോ ഇട്ടിരിക്കുന്നു. ഏത് അറബിയുടെ ഒന്നു ആരെ ഫോട്ടോ ഇട്ടിരിക്കുന്നു? എവിടെ എന്തിട്ടിരിക്കുന്നു എന്ന്? നിങ്ങൾ നിൽക്കുമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. നിങ്ങളെ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. നിങ്ങളെ ആരെയും ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല ഡിയസ്. ജീവിതം ഒന്നേ ഉള്ളത് ആസ്വദിച്ച്. പക്ഷേ എൻ്റെ ജീവിതം ഞാൻ ഇതുവരെയും ആസ്വദിച്ച് ജീവിച്ചിട്ടില്ല എന്നുള്ളതാണ്. ചുരുക്കി പറഞ്ഞാൽ അതിൻ്റെ നഷ്ടബോധം എനിക്ക് നന്നായിട്ടുണ്ടും താനും. നല്ല രീതിയിലുണ്ട്. അതിൻ്റെ ഫ്രസ്ട്രേഷനും അതിൻ്റെ വിഷമവും അതിൻ്റെ സങ്കടവും എനിക്ക് നന്നായിട്ടുണ്ട്. എല്ലാവരും പറയണ, എന്നെ അറിയുന്ന എല്ലാവരും പറയണ കാര്യമാണ് ഇതേ കാര്യം. ആകെ ഒരു ജീവിതമുള്ളൂ, അത് സന്തോഷത്തോടു കൂടി ജീവിക്കുക. ഞാൻ എൻ്റെ ജീവിതം സന്തോഷത്തോടു കൂടി ജീവിക്കാൻ മറന്നു പോയ ഒരാളാണ്. സന്തോഷത്തോടു കൂടി ജീവിക്കണമെന്ന് ഞാൻ എപ്പോൾ ചിന്തിക്കുമോ അപ്പം ഇടുത്തി പോലെ എന്തെങ്കിലും വണ്ടി പോലെ എൻ്റെ തലയിൽ വന്ന് ഞാൻ എങ്ങും പോട്ടെ ചുമ്മാ ഇരുന്ന് കൊടുത്താൽ അത് വന്ന് വീഴും എന്നുള്ളത്. അതങ്ങനെയാണ്. അത് ചിലരുടെയൊക്കെ ജാതകദോഷമായിരിക്കാം. എൻ്റെ ശുദ്ധജാതകം കേട്ടോ. ദേവഗണമാണ്, ശുദ്ധജാതകമാണ്. ഇനി ആസ്വദിക്കോ ഇനിയൊന്നും, കാരണം ഇത്രയും നാൾ ആസ്വദിച്ചിരുന്നെങ്കിലും ഓക്കെ. എല്ലാം കഴിഞ്ഞിട്ട് ഇത് ആ സാധനം ഞാൻ ഈ പെങ്കൊച്ച് ചെയ്ത വേലയാണ്. എപ്പോഴും കണ്ണീർ വരാറുണ്ടെന്നും എൻ്റെ മാഷെ എൻ്റെ കണ്ണ് ഡ്രൈ ആയി, ഞാൻ ഉറക്കം തീരെ ഇല്ലെങ്കിലോ ഓവർ ടെൻഷനോ കരയോ ചെയ്താലേ എൻ്റെ കണ്ണ് ഡ്രൈ ആയി കിടക്കാറുള്ളൂ. അല്ലെങ്കിൽ എൻ്റെ കണ്ണ് എപ്പോഴും നല്ല വെറ്റാണ്, എപ്പോഴും നല്ല വെറ്റായിരിക്കും. ഞാൻ പണ്ട് എൻ്റെ സ്കൂളിലെ ടീച്ചേഴ്സാണ് എൻ്റെ എല്ലാ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും ഞാനെന്നുള്ളൊരു ആളെ എപ്പോഴും മനസ്സിലാക്കിയിട്ടുള്ളതും ടീച്ചേഴ്സാണ്. അത് വേറെ കാര്യം. മാതാപിതാ ഗുരു എന്നാണ്. പക്ഷേ എനിക്ക് ഗുരു കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി എല്ലാവരും. ടീച്ചേഴ്സ് പറയാറുണ്ടായിരുന്നു ഞാൻ ചിരിക്കുമ്പോൾ കണ്ണിക്കൂടിയാണ് ചിരിക്കുന്നത് എന്ന്. കണ്ണിൽ എപ്പോഴും ഇങ്ങനെ വെള്ളം നിറഞ്ഞു നിൽക്കുന്ന ഫീലുണ്ടാവുമെന്ന് കുഞ്ഞിൽ എൻ്റെ ടീച്ചേഴ്സ് പറയുമായിരുന്നു. എൻ്റെ ടീച്ചേഴ്സ് എനിക്കെല്ലാം. പിന്നെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ പാരൻസും അന്നും ഇന്നും കേട്ടോ. അവരൊക്കെ കഴിഞ്ഞിട്ടേ ബാക്കി ആരും എനിക്കുള്ളൂ. റെജി 53355 അവനെ ബ്ലോക്ക് ചെയ്തേക്ക് അനു. പിന്നെ എന്താ ചെയ്തേക്ക് എന്ന് പറഞ്ഞാൽ ചെയ്തിരിക്കും. ഞാൻ ദുബായൊന്നും അല്ല മാഷെ. എൻ്റെ പാരൻസ് 10-34 വർഷമായിട്ട് അവിടെ സെറ്റിൽഡാണ്. അനിയത്തിമാർ അവിടെയാണ്. അവരവിടെ ഒരാളവിടെ ടീച്ചറാണ്, ഒരാളവിടെ സഗർ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു. അപ്പം അങ്ങനെ അവരൊക്കെ അവിടെയാണ് എന്നുള്ളതല്ലാതെ അവളുടെ ഹസ്ബൻഡ് ഡോക്ടറാണ്, പുള്ളി അവിടെ വർക്ക് ചെയ്യുന്നു. അപ്പം അവരൊക്കെ എന്നല്ലാതെ ഞാൻ അവിടെ അല്ല. ഞാൻ എന്നെ +2 കഴിഞ്ഞപ്പോൾ എന്നെ ചവിട്ടി പുറത്താക്കി എന്ന് പറഞ്ഞില്ലേ. ഞാൻ നാട്ടിലാണ്. ഒരു എയർ ഹോസ്റ്റസ് ആയിരുന്നു, ഫാഷൻ ഡിസൈനർ ആയിരുന്നു. അതുപോലെ തന്നെ ഞാൻ 3-4 കമ്പനി സ്വന്തമായിട്ട് റൺ ചെയ്തിട്ടുണ്ട്. ഒരുമിച്ചല്ല കേട്ടോ, ഓരോ സമയത്തായിട്ട് അവിടെ വർക്കും ചെയ്തിരുന്നു. അതിന്റെ പർച്ചേസിങ്ങിന് വേണ്ടിയിട്ടും അതിന്റെ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ടും അതിന്റെ ബാക്കി കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും മാത്രം ഞാൻ ട്രാവലിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ലാതെ ഞാൻ ദുബൈയിലല്ല. എനിക്ക് ദുബൈയിൽ ഒരു ബിസിനസ്സും ഇല്ല. എനിക്ക് ദുബൈയിൽ ഒരു ജോലിയും ഉണ്ടായിരുന്നില്ല, ബിസിനസ്സും ഉണ്ടായിരുന്നില്ല. കണ്ട് തായോളിയെ കണ്ട് മോനെ, തായോളിയെ കണ്ട്. റെജി എന്ന് പറയണത് ഇതാ ഇപ്പൊ ബ്ലോക്ക് ചെയ്തേക്കാം. നീ ബ്ലോക്ക് ചെയ്യെന്ന് പറഞ്ഞപ്പോഴത്തേ അനു ബ്ലോക്ക് ചെയ്യുന്ന പറഞ്ഞാൽ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ചെയ്തു കഴിഞ്ഞു. അയ്യോ ഇതാണ് നിങ്ങളടുത്ത് വന്ന് ബ്ലോക്ക് ചെയ്ത് അവിനാശയെ ബ്ലോക്ക് ചെയ്തു. ഞാൻ ഇപ്പോഴാണ് അവന്റെ ഇത് കാണുന്നത്. ചെയ്തു. മാപ്പ് ഒരു ജോലി തരുവോ? സീരിയസ് ആണ് പറഞ്ഞിട്ടുണ്ട്. സീരിയസ് ആയിട്ടാണ് അത് എന്നോട് ചോദിച്ചതെങ്കിൽ ഞാനിപ്പം
ഇപ്പം പ്രസന്റ്ലി എനിക്കിപ്പോൾ സ്വന്തമായിട്ടൊരു കമ്പനിയും ഞാൻ ഇതാക്കുന്നില്ല. ഞാൻ ട്രേഡിങ്ങിന് അത് വേറൊരാൾ വഴിയാണ് ഞാനൊരു 3-4 വർഷമായിട്ട് ട്രേഡിങ് ഇതാക്കുന്നത്. അതും ഞാൻ ഡയറക്റ്റ് അല്ല ചെയ്യുന്നത്. നോബി എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ ഒരു ഗ്രൂപ്പിലുള്ള നമ്മുടെ ഫ്രണ്ട് സർക്കിളിലുള്ള നോബി വഴിയാണ് ആ ട്രേഡിംഗ് ആണെങ്കിൽ 3-4 വർഷമായിട്ട് ചെയ്യുന്നതും. പിന്നെ ബാക്കി കാര്യങ്ങളാണെങ്കിൽ ഇതുപോലെ ഓരോരുത്തർ വഴിയാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ പിന്നെ മാത്രമല്ല ഞാൻ ഇവിടുത്തെ നാട്ടിലൊക്കെ ഇന്റീരിയർ വർക്കും മറ്റതും വർഷം അപ്പോഴും ഞാൻ ഫ്രീലാൻസ് ആയിട്ടാണ് അതും ചെയ്തത്. ഞാനിപ്പോൾ ചങ്ങനാശ്ശേരിയിൽ നിന്ന് ഡച്ചനിൽ നിന്ന് ഞാൻ പ്ലൈവുഡ് എടുക്കുന്നു. ഇതുപോലെ ഇവിടെ ടെക്നിക്കൽ ട്രേഡ് ലിങ്ക് സൊല്യൂഷൻ ആണെന്ന് പറഞ്ഞു. അവിടെ നിന്നാണ് ഞാൻ ബാക്കി സാധനങ്ങളൊക്കെ എടുക്കുന്നത്. അക്സസറീസും ബാക്കിയെല്ലാം അവിടെ നിന്നാണ് എടുക്കുന്നത്. എന്നിട്ട് ഞാൻ ഇതുപോലെ ആൾക്കാരെ വെച്ചിട്ട് ഇപ്പം മറ്റേന്താണ് കാർപ്പൻറ്റേഴ്സിന്, പെയിൻറ്റേഴ്സിന്, ഇലക്ട്രിക്കൽ വർക്ക് അങ്ങനെ ഓരോരുത്തരും സെക്ഷൻ സബ് വെച്ചിട്ട് അവരെ വെച്ചിട്ടാണ് സബ് കൊടുക്കല്. അവരെ വെച്ചിട്ട് ഞാൻ വർക്ക് ചെയ്യിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് സ്വന്തമായിട്ട് യൂണിറ്റ് ഇല്ല, വർക്ക്ഷോപ്പോ യൂണിറ്റോ ഒന്നുമില്ല. ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് അതിലെന്തെങ്കിലും പറ്റുമായിരുന്നു. പിന്നെ ഡ്രൈവർ, ഞാൻ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്യുന്ന ഒരാളാണ്. എൻ്റെ കൂലി എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ അതുകൊണ്ട് ഡ്രൈവറിൻ്റെ ആവശ്യമില്ല. ഞാനിപ്പോൾ എന്ത് പണി തരാനാണ് എന്നോട് ചോദിച്ചു. എനിക്ക് നല്ല വിഷമമുണ്ട്. കാരണം എന്ന് വെച്ചാൽ പണ്ടൊക്കെ ആയിരുന്നു എന്നുണ്ടായിരുന്നെങ്കിൽ ഞാനിപ്പോൾ എനിക്കൊരു സ്ഥാപനം തുടങ്ങാൻ വലിയ താല്പര്യമൊന്നുമില്ല. ഒന്നാമത്തെ കാര്യം കാരണം ഇത്രയും നാളും ഒരു 10-18 വയസ്സ് തൊട്ട് തുടങ്ങിയത്. അപ്പോൾ അത് കാരണം എനിക്ക് ഇനിയും കാരണം ഇത്രയും ബിപിയും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥിതിക്ക് എനിക്ക് നല്ല വിഷമമുണ്ട്. കാരണം വെച്ചാൽ ഒരു ജോലി തരുമോ എന്ന് ചോദിക്കുമ്പോൾ എന്താ ക്വാളിഫിക്കേഷൻ, എന്താ ഉദ്ദേശിക്കുന്നത്, എന്ത് ജോലിയാണ് നോക്കുന്നത്? ഞാൻ എൻ്റെ ഫ്രണ്ട് സർക്കിളിലുള്ള ഞാൻ ആരോടെങ്കിലും പറഞ്ഞാൽ മതിയോ? സീരിയസ് ആയിട്ടാണ് ചോദിച്ചതെങ്കിൽ. കാരണം ഒരാളോട് ജോലി ചോദിക്കുമ്പോൾ പിന്നെ ഞാനിപ്പോൾ പഠിപ്പിക്കാൻ പോകുന്നതും വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലാണ്. അല്ലെങ്കിൽ ഞാൻ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ട്രെയിനറാണ്, ഏവിയേഷൻ, ക്യാബിൻ ക്രൂ. ഇപ്പം ഞാൻ എടുക്കുന്ന സബ്ജക്റ്റ് അതൊക്കെ അവിടെയും എനിക്കറിയില്ല നിങ്ങൾക്ക് എന്ത്, അല്ലെങ്കിൽ എനിക്കറിയില്ല എന്താ ചെയ്യാന്ന്. Thanks so much. You were so considerate, ma'am. സൂപ്പർ യൂറോപ്പ് ഇന്ത്യ. എല്ലാവരും ദുബൈയിലാണോ എന്ന് ചോദിക്കണേ. എന്ത് കണ്ടിട്ടാ എനിക്കറിയില്ല. എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ചോദിക്കുന്നത്? എൻ്റെ ഫ്ലാറ്റ് കണ്ടിട്ടാണോ, അതേ ചുറ്റുപാട് കണ്ടിട്ടാണോ ചോദിക്കുന്നത്? ഇതെൻ്റെ വീടാണ്, അത് കണ്ടാണോ ചോദിക്കുന്നത്? ഞാൻ എൻ്റെ +2 കഴിഞ്ഞിട്ട് മൂന്ന് പ്രാവശ്യമേ ഞാൻ പോയിട്ട്. ഒന്ന് എൻ്റെ കെട്ടിയോൻ്റെ കൂടെ പോയതാണ്. പൊന്നുവിനെ പ്രഗ്നൻ്റ് ആയി നാട്ടിൽ വന്ന്. രണ്ടാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് പോയതായിരുന്നു. ഇവിടുന്ന് പോകുമ്പോൾ തൊട്ട് അവിടെ നിന്ന് തിരിച്ച് വരണം ഒരു വൊമിറ്റ് ചെയ്ത് ഉപ്പാട് വന്നത് ഫുഡ് പോയിസൺ. ഇവിടുന്ന് പോകുമ്പോഴേ ഫുഡ് പോയിസൺ ആയിട്ട് ഇതായി ആ ഫംഗ്ഷനും കുളമായി ഇതാക്കി. പിന്നെ മൂന്നാമത് ഞാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാർജ ഇൻ്റർനാഷണൽ സ്കൂളിലെ ന്യൂൻ്റെ സ്കൂളിലെ പ്രോഗ്രാമിന് വേണ്ടി റെസിഡൻഷ്യൽ അസോസിയേഷൻ്റെ പ്രോഗ്രാമിന് വേണ്ടി പോയതാണ്. നാലാമത് ഇപ്പോൾ 2022 പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വിസ അടിക്കാനും അവിടെ എന്തെങ്കിലും ഞാൻ പഴയ തന്നെ എനിക്ക് ബൊട്ടിക്കും കമ്പനി ഉണ്ടായിരുന്നു. അപ്പം അവിടെ വർക്ക് ചെയ്തിരുന്ന അതേ ആൾക്കാർ തന്നെ എന്നോട് പറഞ്ഞു അവർ വീണ്ടും കൂടെ നിൽക്കാം നിങ്ങൾ ചെയ്യുമെങ്കിൽ എന്ന് പറഞ്ഞു. അവർക്ക് ഒരു സാലറി ആയിട്ട് കൊടുത്താൽ മതി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ എന്നാൽ പിന്നെ ഞാനൊന്ന് വിസയും ബാക്കി കാര്യങ്ങൾ കഴിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോഴും ഇവിടെ നിന്ന് കൊണ്ടുപോയ പൈസ തീർന്നപ്പോഴത്തേക്കും ഞാനിങ്ങനെ കയറി വന്നു. അതല്ലാതെ ഞാൻ ഈ ദുബൈയിലോട്ട് അതിന് മുമ്പോ ശേഷമോ ഞാൻ വന്നിട്ടില്ല. കാരണം എനിക്ക് അവിടെ ഒരു ബിസിനസ്സോ ഒരു ജോലിയോ ഇല്ല. ഞാൻ ജിമ്മിലൊക്കെ പണ്ടായിരുന്നു പോവാറുണ്ടായിരുന്നേ. ജിമ്മിൽ പോയാലും വീണ്ടും അതുപോലെ തന്നെ തിരിച്ച് കയറും. അല്ല നമ്മൾ ഡയറ്റൊക്കെ കറക്റ്റ്. കാരണം ഞാൻ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇന്നത്തെ ദിവസം ഇത്രയും നേരമായിട്ട് ഒരു ചായയും 2 ചപ്പാത്തിയോ കഴിച്ചിട്ടുള്ളത്. ഫിലിമൊക്കെ നിർത്തിയോന്നു. ഫിലിം വന്നാലല്ലേ ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ അത് ചെയ്തുകൊണ്ടിരിക്കണമെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് വരും. വല്ലപ്പോഴും ആണ്ടിൽ സംക്രാന്തിക്ക് 2 ദിവസത്തെ വർക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതമാവില്ലല്ലോ. ഞാൻ അതും കളഞ്ഞിട്ട് എൻ്റെ 10-25ഓളം സിനിമ ഞാൻ ഒരു 8 വർഷങ്ങൾക്ക് മുൻപ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് എൻ്റെ കൊച്ചിനെ നോക്കണ്ടേ, അതിനെ നല്ല സ്കൂളിൽ പഠിപ്പിക്കണ്ടേ, അതിൻ്റെ ബാക്കി കാര്യങ്ങൾ നോക്കണ്ടേ, അതിൻ്റെ ഫ്യൂച്ചർ സെറ്റിൽ ആവണ്ടേ. ഞാൻ ഈ സിനിമയെന്നും പറഞ്ഞ് പിന്നാലെ നടന്നാൽ എനിക്കിപ്പോൾ ജോയി ചേട്ടനെയൊക്കെ പോലെ ഒരു 10-21 വർഷം കളയാനൊന്നുമില്ല. ഞാൻ എവിടെയെങ്കിലും വീണ്ടും മണ്ടം പറഞ്ഞ് പോയി കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞ് അനാഥമായി പോവില്ലേ? ഞാൻ ജോലിക്ക് കയറി, ഞാൻ പുതിയ കമ്പനിയിൽ ജോലിക്ക് കയറി, ഞാൻ പിന്നെ അതിൻ്റെ കൂടെ തന്നെ ബിസിനസ്സും ബാക്കി കാര്യങ്ങളും ഞാൻ ചെയ്തു. അപ്പോൾ അപ്പോഴത്തേക്കും ഫിലിമിൽ നിന്ന് ഗ്യാപ്പ് വന്നപ്പോൾ ആരും വിളിക്കാറില്ല. അതുകൊണ്ടാണ്, അല്ലാതെ ഇതാക്കിയതൊന്നുമല്ല. പിന്നെ അതിനുശേഷം ലോക്ക്ഡൗൺ വന്നു. 3 വർഷം ജോലി അങ്ങനെ പോയി. പിന്നെ 6 വർഷം ലോക്ക്ഡൗൺ വന്നു. അപ്പോൾ തന്നെ നല്ല കണക്ഷൻസ് എല്ലാം ഇപ്പോൾ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വിളിച്ചാൽ പോകും. അല്ലെങ്കിൽ ഒരു പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിലുള്ള ഒരു ഇത് നിൽക്കുന്നത് കാരണം ഇപ്പോൾ നമ്മളുടെ ഫ്രണ്ട് സർക്കിളിൽ അവരുടെ എന്താ പറയുക
മൂവി വരെ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ വീട്ടിലൊരു ഫംഗ്ഷൻ നടന്ന് നമ്മളെല്ലാവരും വിളിക്കില്ല, അതുപോലെ വിളിക്കുമ്പോൾ പോകുന്നു എന്നുള്ളതല്ലാതെ. പിന്നെ വന്ന വർക്കൊന്നും ചെയ്യാൻ പറ്റുന്ന വർക്കുകളും ആയിരുന്നില്ല. ഓ, എനിക്ക് തലവേദന എടുക്കുന്ന, ഞാൻ ഈ ഫുഡ് കഴിക്കാതെ നല്ല ബുദ്ധിമുട്ട്. ഞാൻ പോയിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് വരാം. ഓക്കെ, ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്, ബൈ. എല്ലാം മൂടെല്ലാം കൊളാക്കി, അല്ലെങ്കിൽ ഞാൻ ഇന്നൊരു സബിൽ എന്തെങ്കിലും ഒരു ലൈവ് വരണമെന്ന് വിചാരിച്ചത്. പണ്ടൊക്കെ എനിക്ക് ചിരിക്കും ഭയങ്കര നാണക്കേടായിരുന്നു. അന്നൊക്കെ ഇന്നോട് പറയണമായിരുന്നു നുണക്കുഴി ഉണ്ട് എന്ന് പറയുന്നത് നമ്മൾ കുഞ്ഞിലേ. അതെനിക്ക് ഈ സാധനം കാരണം എനിക്ക് ഭയങ്കര കാരണം ഞാൻ പഠിച്ച സ്കൂളിൽ തന്നെ ഞാൻ ഒരേ ഒരാൾക്ക് ഈ സാധനം ഉണ്ടായിരുന്നു. ഇവിടെ ഒരെണ്ണം ഉണ്ടായിരുന്നു, അത് പോയി എന്ന് വന്നു. അത് ആരെങ്കിലും ഒന്ന് ചിരിച്ചാണെന്ന് ഒന്നുകൂടെ പറയുമ്പോൾ എനിക്കറിയാം ഇത് കാരണമാണെന്ന്. എന്തോ ഒരു വലിയ മോശം കണക്കായിരുന്നു എനിക്കതൊന്ന് ഫീൽ ചെയ്തിരുന്ന. ഇവിടെ ഒരെണ്ണം ഉണ്ടായിരുന്നു, അത് പോയി എന്ന് വന്നു. ഇവിടെ ഈ കവളിൽ എവിടെ ഒരെണ്ണം ഉണ്ടായിരുന്നു, അത് പോയി. അപ്പം ഗുഡ് നൈറ്റ്.